ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും രസകരമായ ജീവിതം. ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കും. ക്രിസ്തീയ ജീവിതത്തിന് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശ്വാസികളായ നമുക്ക് പ്രത്യേകിച്ച് സത്യക്രിസ്ത്യാനികൾക്കായിരിക്കില്ല ചില പ്രവർത്തന പ്രമാണങ്ങൾ. ഏത് മതത്തിൽപ്പെട്ടവരായാലും ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരായാലും ഏത് സാമൂഹിക സ്ഥിതിയിൽപ്പെട്ടവരായാലും അവന് ചില പ്രമാണങ്ങളുണ്ട്. ആ പ്രമാണങ്ങൾക്കനുസരിച്ചാണ് അവരുടെ ജീവിതവും അവരുടെ പെരുമാറ്റം. ചിലരെ നോക്കി നമുക്ക് വിഷയം തോന്നാണ്. ഒരുപാട് ആളുകൾ ജാതിയാക്കപ്പെടുന്നു. അവരുടെ മതത്തിന്റെ ഭാഗമാണ്. നമ്മൾക്കവരെ വിശ്വസിച്ച കാര്യം വിശ്വാസത്തിന്റെ കാര്യമാണ്. വിശ്വാസം വെച്ച് ചെയ്യുന്നത് ശരിയാണോ? അതാണ് ചെയ്യുന്നത്. ഒരു പ്രമാണമുണ്ട്. പ്രമാണമില്ലാതെ തന്നെ ചെയ്യും. സങ്കല്പങ്ങൾ ഇസ്രായേൽ മക്കളെ ഇസ്രായേലിൽ നിന്ന് കൊണ്ടുപോകും. മോശപർവ്വതത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ 40 ദിവസം കഴിച്ചുകൊണ്ടാണ്. ഇസ്രായേൽ മക്കൾക്ക് മോശയ്ക്ക് സംഭവിച്ചു എന്ന് അവർക്കറിയില്ല. ഉടനെ ഇസ്രായേൽ മക്കൾ എന്താണ് ആരോട് പറഞ്ഞത്? ഞങ്ങളെ ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്ന ഈ മോശയ്ക്ക് കൊണ്ടുവന്ന് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ദൈവത്തെ ഉണ്ടായിരുന്നു. ഉടനെ അവരുണ്ടാക്കിയത് കാളക്കുട്ടിയാണ്. എന്ന് പറഞ്ഞ ഇസ്രായേല് ഇസ്രായേലിൽ കൊണ്ടുവന്ന ദൈവമായ യഹോവയാണ് എന്നുള്ള ഒരു ഐതിഹ്യമാണ്. ദൈവം കാളയുടെ വിളിച്ചത്. അതുകൊണ്ടാണ് ഒരു കാളക്കുട്ടിയുണ്ട്. അന്യമതങ്ങളിലൊക്കെ എങ്ങനെയാണ് കാളയുടെ മേലാണ് വേറെ അപ്പോ അവരോട് അതേക്കുറിച്ച് ചിന്തിച്ചപ്പോ വെച്ച് കണ്ടുപിടിച്ചിട്ടുള്ളത് ദൈവം ഒരു ബന്ധത്തിന്റെ മേൽ കാളയും ശ്രീദൈവം ദൈവമായ ദൈവമായ കാളയെന്നല്ല പറഞ്ഞത്. അങ്ങനെ ദൈവമായ അത് കാളയാണെന്ന് അറിയാമായിരുന്നു. പക്ഷേ യഹോവ അധ്യക്ഷനായതുകൊണ്ട് ആ കാളയുടെ മേൽ യഹോവയുടെ സങ്കല്പമാണെന്ന് തീരുമാനം. അതുകൊണ്ടാണ് മോശം പറഞ്ഞ മോശമല്ല അവരോട് പറഞ്ഞ ഏതായാലും മോശ അതിനെ ആരോഗ്യിപ്പിച്ച് വെള്ളത്തിൽ കലക്കി അവരെ കുടിപ്പിച്ചു. ദൈവത്തെ കുടിച്ചതായിരിക്കുന്ന ഒരു സംഭവം ഇസ്രായേലിന്റെ ചരിത്രത്തിലുണ്ടായി. ഞാൻ പറഞ്ഞ അവർക്കും അവരുടേതായിരിക്കുന്ന പ്രമാണങ്ങളുണ്ട്. ജനം തിന്മാനും കഴിപ്പാനും ഇരുന്നു, കുടിപ്പാനും ഇരുന്നു, പിന്നെ കളിപ്പാൻ എഴുന്നേറ്റു. വ്യാജമായ എല്ലാ ദൈവാരാധനയുടെയും പിന്നിൽ ലൈംഗികമായിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഈ കളിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. ലൈംഗികമായിരിക്കുന്ന ഇതാണ്. അതുണ്ട്. അതില്ലാത്ത സംശുദ്ധമായ നിലയിൽ ദൈവത്തെ ആരാധിക്കുന്നത് വിശുദ്ധ ബൈബിളിലെ ദൈവത്തെ മാത്രമാണ്, വിശുദ്ധ ബൈബിളിന്റെ രീതിയിൽ മാത്രമാണ്. ബിലയാൻ കൊടുത്ത ഉപദേശം അനുസരിച്ച് ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? മോവാബി സ്ത്രീകളിലേക്ക് എന്നും അവരുടെ ഉത്സവമായിരുന്നു. ആ ഉത്സവത്തിൽ എന്താ തിന്നാനും കുടിക്കാനും അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ള സ്ത്രീകളെയും കൊണ്ട് കൂടാരത്തിലേക്ക് അങ്ങ് പോവുകയാണ്. അതാണ് ഇവിടെ ലൈംഗികമായിരിക്കുന്നത്. അത് ആരാധനയുടെ ഒരു ഭാഗമാണ്. ഓഷ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ശരിയായ പേര് രജനീഷ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫിലോസഫി എന്ന് പറയുന്നത് മോക്ഷ ത്രൂ സെക്സ് എന്നാണ്. ലൈംഗിക നിർവൃതിയിൽ കൂടെ രക്ഷപ്പെടാൻ പറ്റിയ. അതുകൊണ്ട് ഫ്രീ ആയിട്ടുള്ള ലൈംഗിക കാഴ്ചകളാണ് അദ്ദേഹത്തിന്റെ. പൂനെയിലെ ആശ്രമത്തിൽ ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടായിരുന്നു. അതാണ് അവർ പറയുന്നത്.
ജീവിതത്തിലെ ഏറ്റവും വലിയ എൻജോയ്മെന്റ് എന്ന് പറയുന്നത് അതാണ്. അത് ദൈവം നിശ്ചയിച്ചിരിക്കുന്നതാണ്. ദൈവത്തെ ആരാധിക്കാൻ അതാണ് വേണ്ടത്. ഞാൻ പറഞ്ഞ എല്ലാ മതങ്ങൾക്കും അവരുടേതായ സങ്കല്പങ്ങളുണ്ട്. ദൈവം വെളിപ്പെടുത്തിയതാണ് നമ്മളുടെ ബൈബിളിലെ മതം എന്ന് പറയുന്നത്. മതം എന്ന് വിളിക്കണേ വിളിക്കാം, അതിന്റെ വഴി, മാർഗം, സത്യം, അതിലിങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഇല്ല. നമ്മുടെ ജീവിതത്തിന്റെ പ്രമാണങ്ങൾ എന്ന് പറയുന്നത് വളരെ ഉന്നതമാണ്, വളരെ ഉന്നതമാണ്. ജീവിതത്തിന്റെ എല്ലാ തീറ്റയും കുടിയും വസ്ത്രധാരണവും സാമ്പത്തിക പ്രമാണങ്ങളും കുടുംബജീവിതവും എല്ലാം നമ്മുടെ ഉന്നതമായ പ്രമാണങ്ങളാണ്. നമുക്കൊന്നും മറ്റു മതങ്ങളിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതില്ല. നമ്മളുടേത് അതിൽ തന്നെ ഉന്നതവും ഉത്കൃഷ്ടവുമാണ്. അപ്പോ ശലോമോൻ ഇസ്രായേൽ മക്കൾക്ക് നൽകിയ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ഉപദേശമാണ് ഞാൻ ഇന്ന് രാത്രി വായിച്ചു കേട്ട് കേൾപ്പിച്ച് അതിൽ നിന്നും ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. സഭാപ്രസംഗി എന്ന പുസ്തകത്തിന്റെ 11-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. പൊതു സ്വഭാവമുള്ള ചില പ്രമാണങ്ങളാണ് ഇവിടെ ശലോമോൻ എല്ലാവർക്കും ബാധിക്കുന്ന, വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും എല്ലാം ബാധിക്കുന്ന പ്രമാണമാണ്. സഭാപ്രസംഗി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ ഒരു പൊതു സ്വഭാവമുള്ള കാര്യം എല്ലാ മനുഷ്യരെയും ബാധിക്കും. എന്നാൽ ദൈവമക്കൾക്ക് പ്രത്യേകം ബാധിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ എന്താ ഈ പ്രമാണങ്ങള്? വളരെ രസകരമായ പ്രമാണങ്ങളാണ്. ഒന്നാമത് ശലോമോൻ പറയുന്നത് 1-2 വാക്യങ്ങളിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ ഫലവും പ്രതിഫലവും ഒന്നും നോക്കാതെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണമെന്ന്. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയാം, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് കിട്ടും. ഓരോഹരിയെ 7 ആയിട്ടോ 8 ആയിട്ടോ വിഭാഗിച്ചു കൊടുക്കാം. ഭൂമിയിൽ എന്തനർത്ഥം സംഭവിക്കുമെന്ന് നീ അറിയുന്നില്ലല്ലോ. നിന്റെ അപ്പം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല. നമ്മുടെ റിസോഴ്സസ്, നമ്മുടെ ജീവിതത്തിന്റെ റിസോഴ്സസ്, സ്രോതസ്സുകൾ. ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം എന്നാണല്ലോ പ്രാർത്ഥിക്കുന്നത്. ഗിവ് us this day our daily bread എന്നാണ്. ബ്രെഡ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം നുറുക്കുക എന്ന് പറഞ്ഞാൽ തിരുവത്താഴം എന്ന അർത്ഥം മാത്രമല്ല. അവർ ഒരുമിച്ച് കൂടി അപ്പം നുറുക്കി. They shared their blessings. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്പം നുറുക്കലാണ് കർത്താവിന്റെ മരണത്തെ ഓർക്കുവാനുള്ള അപ്പം നുറുക്കൽ. വിശ്വാസികളും വിശ്വാസികളല്ലാത്തവരും ഒരുമിച്ച് കൂടി അപ്പം നുറുക്കും എന്ന് പറയും. വാ സ്നേഹിത, അപ്പം നുറുക്കിയിട്ട് വാ, you'll share what we have. ഇപ്പൊ പൗലോസ് എന്താ ഇവിടെ, പൗലോസ് ശലോമോൻ എന്താ പറയുന്നത്? ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ നമ്മൾ ഷെയർ ചെയ്യണം. അങ്ങനെയാണ്. അപ്പൊ ഷെയർ ചെയ്യുമ്പം ഫലവും പ്രതിഫലവും ഒന്നും നോക്കരുത്. അതൊന്നും നോക്കാതെ പങ്കുവെക്കണമെന്നാ പറയുന്നത്. അതെ, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിഞ്ഞാൽ എനിക്ക് കിട്ടുമോ? അതൊന്നും നീ ചോദിക്കണ്ട. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്ക് അത് കിട്ടുമെന്ന്. എപ്പോഴെന്ന് പറഞ്ഞിട്ടില്ല ഏറിയ നാൾ. 10 വർഷം, 20 വർഷം, 50 വർഷം, 100 വർഷം ഏറിയ നാളെന്ന് പറഞ്ഞ ബൈബിളിലെ ഏറിയ നാളെന്ന് പറഞ്ഞാൽ ഒത്തിരി കാലമാണ്. ഷോർട്ട് പീരീഡ് എന്ന് പറഞ്ഞാൽ കുറച്ചു കാലം, ഉടനെ ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞാൽ എത്ര കാലമായി? അതെ, താമസിക്കുകയില്ല. അപ്പൊ ഏറിയ കാലം എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി കാലം. അപ്പൊ നമ്മൾക്ക് ദൈവം തന്നിട്ടുള്ളതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായിട്ട് നമ്മൾ പങ്കുവയ്ക്കണം. പങ്കുവയ്ക്കുമ്പോ ഞാൻ പങ്കുവെച്ചാൽ എനിക്ക് എപ്പോ കിട്ടും, എന്ത് കിട്ടും എന്ന ചോദ്യമൊന്നും ചോദിക്കേണ്ട. അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട. അത് പങ്കുവെച്ചാൽ മതി. ജസ്റ്റ് കീപ് ഷെയറിങ്, ജസ്റ്റ് കീപ് ഷെയറിങ്. ഓരോ ഓഹരിയെ പലതായിട്ട് ഭാഗിച്ച മനുഷ്യർക്ക് കൊടുക്കുക. ഓരോ ഓഹരിയെ പലതായിട്ട് ഭാഗിച്ച മനുഷ്യർക്ക് കൊടുക്കുക. എന്താ ഇവിടെ പറഞ്ഞത്? ഓരോ ഓഹരിയെ 7 ആയിട്ടോ 8 ആയിട്ടോ വിഭാഗിച്ചു കൊടുക്കുക. കാരണം എന്താ? ഭൂമിയിൽ എന്തനർത്ഥം വരുമെന്ന് എനിക്കറിയില്ലല്ലോ. നീ ചെന്നുവരെ ജീവിച്ചിരിക്കും. ഗവൺമെന്റ് നിയമങ്ങൾ ചിലപ്പോൾ ചേഞ്ച് ചെയ്യും. കേരളത്തിൽ എത്ര ധനവാന്മാരുണ്ടായിരുന്നു? എനിക്ക് തന്നെ എന്റെ ബന്ധത്തിൽപ്പെട്ട ചില ആളുകൾക്ക് ഒരുപാട് നിലങ്ങളൊക്കെ കൃഷി ചെയ്യാൻ കൊടുക്കുമായിരുന്നു. 10-100 പറ നിലം, അതിൽ കൂടൊക്കെ നിലങ്ങളുണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ 1 പറ നിലം പോലും ഓർക്കില്ല, കൃഷി ചെയ്തവനും മുഴുവനും പോയി. അപ്പൊ നേരത്തെ അങ്ങ് ഭാവിച്ചു കൊടുത്തെങ്കിൽ, ആർക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ. ചിലവൻ പറയും നിനക്കറിയില്ലല്ലോ നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോഴും അങ്ങനെയാ. ഇപ്പൊ ഭൂമിയാണെങ്കിലും നമുക്കറിയാം ഒരു കുടുംബത്തിന് എത്രയാ ലിമിറ്റ് ഉള്ളത്. കൃഷിഭൂമിയാണെങ്കിൽ ഒരു കുടുംബത്തിന് എത്ര നിങ്ങൾക്കാർക്കും അറിയില്ല. കാരണം അത്രയോ ഒന്നും ഉള്ളവരില്ല. അതുകൊണ്ടാണ് വളരെ കുറച്ചേ ഉള്ളൂ. കൂട്ടുകുടുംബത്തിലാണെങ്കിൽ 10 ഏക്കറോ ഏതാണ്ട് ഒക്കെ തോട്ടങ്ങൾ എത്ര വേണമെങ്കിലും ആകാം.
അപ്പൊ ശലോമോൻ പറയുന്നത് എന്താണ്? ദൈവം നിനക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ നീ നിന്റെ മക്കൾക്ക് മാത്രം അനുഭവിക്കാനായിട്ട് ആണെന്ന് നീ കരുതരുത്. അത് നിന്റെ തെറ്റായിരിക്കും ഒരു ചിന്തയാണ്. അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക എന്നാ. അപ്പൊ ഈ വെള്ളത്തിന്മേൽ അപ്പത്തെ എറിയുക എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിച്ചതെന്നൊക്കെ വ്യാഖ്യാതാക്കൾ ഇങ്ങനെ പറയുന്നുണ്ട്. വെള്ളം എന്ന് പറഞ്ഞാൽ പൊതുജനം എന്ന അർത്ഥത്തിലാണ്. വെളിപ്പാട് പുസ്തകമൊക്കെ വാക്യം നമുക്കറിയാം, വെള്ളത്തിൽ നിന്നൊരു മൃഗം കയറി വരുന്നു എന്ന് പറഞ്ഞാൽ ഫ്രം ദ പീപ്പിൾ, ജനങ്ങളിൽ നിന്ന് ഒരു നേതാവ് കയറി വരുന്നു എന്ന അർത്ഥത്തിലാണ്. അങ്ങനെ ആയിരിക്കാം. ഏതായാലും പമ്പാതി കൊണ്ടെറിയണമെന്നല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. ജനങ്ങൾക്ക് കൊടുക്കുക. ഒരുപാട് ജനങ്ങളുണ്ട്, ആഹാരമാണെങ്കിലും അത് കൊടുക്കുക. ഈ ക്രൈസ്തവീതിയുടെ മഹത്വം എന്ന് പറയുന്നത് പ്രതിഫലം നോക്കാതെ കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ മിഷണറിമാരുടെ വന്ന് സ്കൂളുകൾ സ്ഥാപിച്ചു, കോളേജുകൾ സ്ഥാപിച്ചു, അനാഥശാലകൾ സ്ഥാപിച്ചു, ആശുപത്രികൾ സ്ഥാപിച്ചു. അവർക്ക് എന്തോ കിട്ടുമെന്ന് വിചാരിച്ച് അവർ സ്ഥാപിച്ചു. ആളുകൾ പറയാറുണ്ട്, ചരിത്രകാരന്മാർ പറയാറുണ്ട്, അവരുടെ വന്ന് സ്വത്തെല്ലാം എടുത്തിട്ട് പോയി. അത് സത്യമാണ്, അത് രാഷ്ട്രീയ വശമാണ്. ബ്രിട്ടൻ എന്ന് പറഞ്ഞതായിരിക്കും രാജ്യം ഇവിടെ വന്നത് നമുക്ക് നന്മ തരാൻ വേണ്ടിയല്ല, അവർക്ക് നന്മ കിട്ടാൻ വേണ്ടി നമുക്ക് നന്മ തന്നതാണ്. അവരുടെ സാധനങ്ങൾ മൂവ് ചെയ്യാൻ വേണ്ടി അവർ റെയിൽവേ സ്ഥാപിച്ചു, നമുക്കത് പ്രയോജനമായി. അതുപോലെ ഓരോ കാര്യങ്ങൾ അവർ ചെയ്തു. പക്ഷെ മിഷണറിമാർ വന്ന് സ്ഥാപിച്ച സ്കൂളുകളും കോളേജുകളും അനാഥശാലകളും ആശുപത്രികളും ഒന്നും അവർക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല. അതെല്ലാം ഇവിടെ മുതൽ മുടക്കിയിട്ട് അവർ പോകുകയാണ്. അതുകൊണ്ട് അവർക്ക് കിട്ടിയോ? ഏറിയ നാൾ കഴിഞ്ഞ ശേഷം കിട്ടുമെന്നാ പറഞ്ഞു. ഏറിയ നാൾ കഴിഞ്ഞ ശേഷം കിട്ടും. ഇന്നും ആ രാജ്യങ്ങളിലേക്കാണല്ലോ നമ്മൾ മെഡിക്കൽ ചികിത്സയ്ക്ക് പോകുന്നു, വിദ്യാഭ്യാസം നമ്മുടെ ആളുകൾ പോകുന്നു, ജോലിക്ക് പോകുന്നു അല്ലേ? അപ്പൊ അവരുടെ കാശെല്ലാം ഇവിടെ കൊണ്ട് മുടക്കിക്കൊണ്ട് അവർ എന്തിനായി തീർന്നില്ലല്ലോ, തീർന്നോ? അവരുടെ പണമെല്ലാം ഇവിടെ ആശുപത്രി സ്ഥാപിച്ചുകൊണ്ട് അവർക്ക് ആശുപത്രി ഇല്ലാതെയായി ഒന്നും ആയില്ല. അതാണ് ദൈവത്തിന്റെ വാഗ്ദത്തം എന്ന് പറയുന്നത്. ഈ ഒരു സത്യം നമ്മുടെ ആളുകൾ മനസ്സിലാക്കുന്നത് പരാജയപ്പെട്ടു എന്നായിരിക്കും തോന്നുന്നത്. ഏത് നമുക്ക് ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിൽ നാം വളരെ പിശുക്ക് കാണിക്കുന്നത്. പൗലോസ് പറഞ്ഞല്ലോ, പിശുക്കായിട്ടല്ല അനുഗ്രഹം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. പിശുക്കായിട്ടല്ല, നമ്മൾ പിശുക്ക് കാണിക്കുന്നുണ്ട്. കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ വളരെ പുറകിലാണ്. നിങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, എന്നെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളൊക്കെ വളരെ മുന്നിലായിരിക്കും. പക്ഷെ ബൈബിൾ പറയുന്നത് എന്താ? പഴയ നിയമകാലത്ത് ജീവിച്ചതായിരിക്കുന്ന ശലോമോൻ പോലും പറഞ്ഞ എന്താ? ദൈവം നിനക്ക് തന്ന അപ്പം നിന്റെ ഉപജീവന മാർഗത്തെ നീ എന്ത് ചെയ്യണം? മറ്റുള്ളവരുമായി ഭാഗിക്കണം. ഞാൻ വിവാഹമൊക്കെ കഴിഞ്ഞ് ഞാനും ഗ്രേസും ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട പല ആളുകളെ അന്ന് ഈ വിരുന്തിയോർ എന്നൊക്കെ പറഞ്ഞൊരു കാര്യം. അങ്ങനെ പോയപ്പോ ഒരു വീട്ടിൽ ചെന്നപ്പോ അവിടുത്തെ അമ്മച്ചി പറഞ്ഞു, എന്റെ കുഞ്ഞെ കാശ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പണം എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വാങ്ങാവുന്നിടത്ത് എല്ലാ സ്വത്തുക്കൾ വാങ്ങും. അപ്പൊ ഞാൻ പറഞ്ഞ, അമ്മച്ചി അതിന് പ്രയാസമില്ലല്ലോ, പാവപ്പെട്ട ആളുകളുണ്ട്, അവർ കൊടുത്തവരുടെ അങ്ങനെ കൊടുക്കാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയതല്ലേ. അതാണ് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയത് കൊടുക്കാനൊക്കില്ല. വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ. നമ്മൾ ചെയ്തിട്ടുള്ള വലിയ വലിയ ഔദാര്യങ്ങളൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. ഓരോരുത്തർക്കും അവരവരുടെ ഔദാര്യങ്ങളെ കുറിച്ചും ഒക്കെ പറയാം. പക്ഷെ ഔദാര്യശീലരായിരിക്കണമെന്നൊക്കെയാണ് പറയുന്നത്. സംഭവം പറയുന്ന വീതിക്കുക എന്നാ പറയുന്നത്. വീതിക്കുക, ഡിവൈഡ്. തിമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് ഈ ലോകത്തിൽ സഹോദരന്മാരോട് എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? സകലവും ധാരാളമായി അനുഭവിക്കാൻ തരുന്ന ദൈവത്തിൽ ആശ വെച്ചുകൊണ്ട് വാരി വിതറി കൊടുക്കാനാ പറഞ്ഞത്. ദാനശീലരാകാനാ പറഞ്ഞത്. അങ്ങനെയാ പറഞ്ഞത്, ദാനശീലരാകാൻ. എന്റെ അമ്മ വലിയ ദാനശീലയാണ്. ഈ ദാനശീല എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ള ദാനശീലകളിൽ ഏറ്റവും വലിയ ദാനശീല എന്റെ അമ്മയായിരുന്നു. അതിനൊക്കെ വലിയൊരു ദാനം ചെയ്യുന്ന ആളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എല്ലാവരുടെയും അമ്മച്ചിമാർ അങ്ങനെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് എന്റെ അമ്മച്ചി മാത്രമേ ഉള്ളൂ എന്നല്ല ഞാൻ പറഞ്ഞു, എന്റെ അമ്മച്ചി ആയിരുന്നു. അപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്, എന്റെ അപ്പച്ചന്റെ അമ്മ, വല്യമ്മ, എപ്പോഴും ഒരു പരാതിയുണ്ട്. ഞാൻ എപ്പോൾ വലിയ കണ്ടാലും പറയും, നിന്റെ അമ്മ മുഴുവനും ദൂർത്തടിക്കുക, അവരെന്തോർക്ക് പോകുന്നവർക്ക് ഭാര്യയും കൊടുക്കുക, നീയൊക്കെ അനുഭവിക്കൂടാ, തെണ്ടേ ഉള്ളൂ ഒടുവിൽ പറഞ്ഞു. ഞാനപ്പം തിരിഞ്ഞു നോക്കും, പറയൂ, തെണ്ടിയൊന്നുമില്ലല്ലോ, തെണ്ടിയൊന്നുമില്ല. ഈ രണ്ടാം ലോകമായുധമൊക്കെ കഴിഞ്ഞതായിരിക്കുന്ന സമയത്ത് അരിയൊന്നുമില്ല, നെല്ല് മുഴുവൻ ഗവൺമെന്റിലേക്ക് അളക്കണം. അങ്ങനെയാ, നിലമുള്ളവരിൽ മുഴുവൻ അളക്കണം. കുടുംബത്തിന് വളരെ കുറച്ചേ
അപ്പോ ചാക്കരി അവനെ കിട്ടുന്നത്. ചാക്കരി എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക ഒരു മണമൊക്കെ ഉണ്ട്. നിങ്ങൾ അറിയുന്നറിയില്ല, ഇതിന്റെ പ്രായമുള്ളതുകൊണ്ട് അറിയാം. ചാക്കരി കൊണ്ട് കഞ്ഞി വെച്ചാൽ കുടിക്കാനും അതിന് ഏതാണ്ട് ഒരു പഴകിയ ഒരു മണമൊക്കെ. അപ്പൊ അപ്പച്ചൻ രാത്രിയിൽ 12 മണി 1 മണിയൊക്കെ ആകുന്ന സമയത്ത് ചില വലിയ ഒരുപാട് നിലങ്ങളുള്ള ആളുകളുണ്ട്. അപ്പച്ചൻ അറിയാം, അവരുടെ വീട്ടിൽ ചെല്ലും. രാത്രി 12 മണി 1 മണിയൊക്കെ ആകുമ്പോൾ രഹസ്യമായിട്ട് പോകാനൊക്കെ പോലീസ് പിടിക്കും. ചെന്നിട്ട് ഒരു ചാക്കിൽ 5 പറ 6 പറ നെല്ല് വാങ്ങിച്ച് അപ്പച്ചൻ തന്നെ തലച്ചുമടായിട്ട് കൊണ്ടുവരും. അപ്പച്ചൻ തലച്ചുമടെടുക്കുന്ന ആളൊന്നുമല്ല, അപ്പച്ചൻ്റെ കാലത്ത് അധ്യാപകനും ഒക്കെയാണ്. അപ്പൊ അങ്ങനെ കൊണ്ടുവരും. എന്താന്ന് ചോദിച്ചാൽ അപ്പച്ചൻ പറയും, എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഈ ചാക്കരിച്ചോറ് കൊടുക്കാൻ എനിക്ക് ഇഷ്ടമല്ല, നല്ലൊരു കുത്തരിച്ചോറ് തന്നെ കഴിക്കും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം, ഒരു അവധി ദിവസമാണ്, അപ്പച്ചൻ സ്കൂളിൽ പോയില്ല. അപ്പച്ചൻ ഊണൊക്കെ കഴിഞ്ഞു വീടിന്റെ പ്രവേശത്തേക്ക് അപ്പച്ചൻ സന്ദർഭശാൽ ഒന്ന് ചെന്നപ്പോ ഒരു 4-5 പേരിയ്ക്കുകയാണ്. അവർക്ക് ഇല വെട്ടിയിട്ട് ഈ കൊണ്ടുവന്ന നല്ല കുത്തരിയുടെ ചോറ് ഇഷ്ടം പോലെ വിളമ്പി അമ്മ കൊടുക്കുക അറിയും. അപ്പച്ചൻ തന്നെ പറഞ്ഞ കറിയാം. അച്ഛൻ പറഞ്ഞു, ഞാനത് കണ്ടെന്റെ ചങ്ക് ഉടഞ്ഞു പോയതാണ്. ഞാനൊരു തലച്ചോടെ ഞാൻ 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ചുമ്മിക്കൊണ്ട് വന്നാൽ നിങ്ങൾക്ക് ഇച്ചിരി നല്ലൊരു കഞ്ഞി തരാമെന്നില്ല. അത് ഈ വീട്ടിൽ വരുന്ന പാവങ്ങളാ, അല്ല വീട്ടിൽ ജോലി ചെയ്യുന്നവരൊന്നും അല്ല, ഇങ്ങനെ കയറി വരുന്ന ഓരോരുത്തരാണ്. ഒരുപാട് അമ്മ ഔദാര്യശീലി ആയതുകൊണ്ട് ഇങ്ങനെ വരും, അമ്മച്ചി അമ്മച്ചി എന്ന് പറഞ്ഞു. അപ്പൊ അമ്മച്ചി ഇല വെട്ടിയിട്ട് പറയും, എല്ലാം ഈ നല്ല ചോറ് പിന്നെ സാമ്പാറും കറിയും എല്ലാം കൂടി കൊടുക്കും, അവരെങ്കിലും കറിച്ചിരിക്കും. അപ്പച്ചി ഇങ്ങനെ ഒന്ന് നോക്കി. അമ്മ പറഞ്ഞു, നോക്കേണ്ട കാര്യമില്ലെന്ന്, ഞാൻ കഴിച്ചില്ലെങ്കിലും കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും മക്കൾക്ക് കൊടുത്താലും കൊടുത്തിട്ടേ, എന്റെ വീട്ടിൽ കയറി വരുന്നവർക്ക് ഞാൻ കൊടുത്തിരിക്കും, വിലക്കിയിട്ട് കാര്യമില്ല. അപ്പച്ചൻ വിലക്കിട്ടില്ല. അപ്പച്ചൻ പറഞ്ഞ വിലക്കിയിട്ടുമില്ല. അപ്പൊ അമ്മ അങ്ങനെ പറഞ്ഞു ചോദിച്ചാൽ പിന്നെ അപ്പച്ചൻ എന്തോ. പക്ഷെ അതിൽ ഞാൻ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, ഒരു കുറവും ദൈവം വരുത്തിയില്ല എന്ന്. ആഹാരത്തിന് മറ്റു കുറവൊക്കെ ഉണ്ട്, സാമ്പത്തികത്തിന് കുറവൊക്കെ, പക്ഷെ ആഹാരത്തിന് കുറവ് എന്നാണ്. ശലോമോൻ തന്നെ പറയുന്ന, നിന്റെ അപ്പത്തെ നീ വീതിച്ചു കൊടുക്ക്, കഴിക്കട്ടെ, ആളുകൾ കഴിക്കട്ടെ, അവർ നിന്നെ അനുഗ്രഹിക്കട്ടെ, അവർ കഴിച്ച് നിന്നെ അനുഗ്രഹിക്കും. അത് സൽക്കാരത്തിന്റെ ഭാഗം കൂടെയാണ്. അപ്പൊ ദൈവം ഒരു പ്രോമിസ് തന്നിട്ടുണ്ട്. എന്താണ്? ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് കിട്ടും. ഏറിയ നാൾ, അത് എത്ര നാളെന്ന് കർത്താവ് പറഞ്ഞില്ല. ഏറിയ നാൾ നിനക്കത്. അപ്പൊ ഇപ്പൊ നിങ്ങൾ മുറുക്കി പിടിച്ചോ, വെച്ചോ, കൊടുക്കാതെ വെച്ചു, കുറച്ചുനാൾ കഴിഞ്ഞിട്ട് നിങ്ങളത് ചെന്ന് നോക്കുമ്പോ എല്ലാം ഫംഗസ് എന്തെന്ന് പൂത്ത് പിടച്ച് ഒന്നിനും കൊള്ളാതെ. പക്ഷെ കർത്താവ് പറഞ്ഞു, ഏറിയ നാൾ കഴിഞ്ഞ് കിട്ടുമെന്ന് പറഞ്ഞു. ഈ വെള്ളത്തിന്മേൽ ആളുകൾക്ക് കൊടുക്കുന്നത് ആർക്ക് കൊടുത്തു എന്നൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. ആളുകൾ തിന്നവർ പോയി, കൈ കുടഞ്ഞവർ പോയി. പക്ഷെ ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ദൈവം ഇത്ര കൊടുത്തു, ഏറിയ നാൾ കഴിഞ്ഞാൽ ഇത്ര തിരിച്ചു കൊടുക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. അത് ഒരു സംശയവും. അത് അനുഭവത്തിൽ നിന്ന് പറയും. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ശലോമോൻ പറഞ്ഞ ഈ പ്രമാണം നമ്മുടെ ക്രിസ്തീയതയുടെ ഒരു പ്രമാണം. നമുക്കുള്ളത് നാം തന്നെ അനുഭവിക്കുകയില്ല. നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്നതാണ്, പക്ഷെ അത് നമുക്ക് തന്നെ അനുഭവിക്കാനല്ല, അത് വെള്ളത്തിന്മേൽ എറിയാനാണ്. എന്നിട്ട് പറഞ്ഞൊരു ഓഹരിയെ 7-8 ഭാഗിക്കാൻ പറഞ്ഞു. അതെന്താ? 100 പേരുടെ ഒരാളുടെ ആഹാരം വേണേ 100 പേർക്ക് ഭാഗം ചെയ്തിട്ടില്ല, 2 പറ്റ് വീതം കിട്ടുമെന്നേ ഉള്ളൂ. പക്ഷെ 100 പേരുടെ ആഹാരം ഒരാൾക്ക് കഴിക്കാനും, ഒരാളുടെ ആഹാരം 100 പേർക്ക് കഴിക്കാൻ നിറയില്ലായിരിക്കും, പക്ഷെ 100 പേരുടെ ആഹാരം ഒരാൾക്ക് കഴിക്കാനും കഴിയും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു ഓഹരിയെ 7-8 ഭാഗിച്ചു. ഡിവിഷൻ ഈസ് പോസിബിൾ. ദൈവം അത് കണ്ട് തിരിച്ചു തരും. അതൊക്കെ ദൈവത്തിന്റെ പ്രമാണം. രണ്ടാമത് ഇവിടെ ശലോമോൻ പറയുന്നത് 3-4 വാക്യങ്ങളാണ്. മേഘം വെള്ളം കൊണ്ട് നിറഞ്ഞിരുന്നാൽ ഭൂമിയിൽ പെയ്യും, വൃക്ഷം തെക്കോട്ടോ വടക്കോട്ടോ വീണാൽ വീണെടുത്ത് തന്നെ കിട്ടും. കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കയില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയുമില്ല. എന്താ ഇവിടെ ശലോമോൻ പറയുന്നത്? ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഉത്തരവാദിത്വങ്ങളെ സാഹചര്യത്തിന്റെ പ്രതികൂലതകൾ നോക്കാതെ നമുക്ക് ദൈവം മേഘം വെള്ളം കൊണ്ട് നിറഞ്ഞിരുന്നാൽ ഭൂമിയിൽ പെയ്യും, വൃക്ഷം തെക്കോട്ടോ വടക്കോട്ടോ വീണാൽ അതേ കിടക്കും. എന്ന് പറയാൻ നമുക്ക് നിയന്ത്രണമുള്ള കാര്യങ്ങൾ. കാർമേഘങ്ങൾ ഇങ്ങനെ പോകും. വെള്ളമുള്ള മേഘങ്ങളാണെങ്കിൽ അത് പെയ്തിരിക്കും, വെള്ളമില്ലാത്ത ശൂന്യമേഘങ്ങളാണെങ്കിൽ കാറ്റടിച്ച് അതങ്ങ് പറന്നു പോകും. നമ്മുടെ തലയ്ക്ക് മീതെ ഒരുപാട് സാധ്യതകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ചിലത് നമ്മുടെ മേൽ പെയ്യും, ചിലത് പെയ്യുമില്ല.
അങ്ങനെയാ ദൈവം വെച്ചിരിക്കുന്നത്. പെയ്യുന്നത് ആരാന്ന് ഏതാന്ന് ചോദിച്ചാൽ ദൈവം പറഞ്ഞിട്ട് പെയ്യുന്നതാണ്. എന്നിട്ട് ദൈവം പറഞ്ഞു, വൃക്ഷം തെക്കോട്ടോ വടക്കോട്ടോ വീണാൽ വീണത്ത് തന്നെ കിടക്കും. അല്ലേ? ഒരു മരം വീണ് പോയി, അല്ലെ വെട്ടിയിട്ടു, തെങ്ങുകടയിൽ എഴുന്നേറ്റ് പോകും? എഴുന്നേറ്റ് പോവില്ല. എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ വിചാരിക്കുന്നു, നമുക്ക് നിയന്ത്രണമില്ലാത്ത നിരവധി സംഭവങ്ങൾ ലോകത്തിൽ നടക്കുന്നുണ്ട്. മേഘം പഴമൊഴിക്കുന്നു, മരം കടപുഴകി വീഴുന്നു, അപ്പൊ വീടിനടുത്ത് തന്നെ കിടക്കുന്നു. ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല. അവയൊക്കെ അവഗണിക്കാൻ നാം പഠിക്കണം. എന്നാൽ അത് അവഗണിക്കാൻ പഠിക്കുമ്പോൾ തന്നെ 4-ാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമാണ്. കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കയില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയുമില്ല. എന്ന് പറഞ്ഞാൽ പ്രതികൂലങ്ങളെ നോക്കുന്ന ആളുകൾക്ക് യാതൊരു പുരോഗതി ഉണ്ടാവും. വിതയ്ക്കാൻ പോകുന്ന ആൾ ഭയങ്കര കാറ്റാണ്. നമ്മൾ ഈ പാടത്ത് ഇങ്ങനെ വിതച്ചാൽ അത് നമ്മുടെ പാടത്തല്ല, അടുത്ത പാടത്ത് ചെന്നു. അപ്പൊ എന്ത് ചെയ്യും? മിടുക്കന്മാരാണെങ്കിൽ നമുക്ക് മേലിലുള്ള പാടത്ത് ചെന്നിട്ട് അവിടെ വിതയ്ക്കും. അപ്പൊ അത് ഇവിടെ വീഴും, നമ്മുടെ പാടത്തൊന്നും വീഴും. കാരണം കാറ്റ് അങ്ങനെയാണ് കിടക്കുന്നത്. ഭയങ്കര വഴുവഴുപ്പുള്ള സമയത്ത് ചിലപ്പോൾ നമ്മൾ നടന്നാൽ ശരിക്കും ചെല്ലുകയില്ല. ഒരു കുട്ടി സ്കൂളിൽ താമസിച്ചായിരുന്നു. സാറ് ചോദിച്ചെന്താ താമസിച്ചത്? എന്റെ സാറെ, എങ്ങനെ ഒരു ചുവട്ടടി മുന്നോട്ട് വെക്കുമ്പോൾ 2 ചുവട്ടടി പുറകോട്ട്. എടാ പിന്നെ നീ എങ്ങനെയാ വന്നത്? ഞാൻ തിരിഞ്ഞു നടന്നു. ഞാൻ കുറച്ച് കഴിഞ്ഞ് തിരിഞ്ഞു നടന്നു. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ചില സമയത്ത് നമ്മൾ തിരിഞ്ഞു നടന്നു. അങ്ങനെ ചെയ്തെങ്കിലേ വെക്കൂ. അതെ. അപ്പൊ പറയാണ്, നീ കാറ്റിനെ വിചാരിച്ചാൽ വിതയ്ക്കാൻ പോകില്ല, മേഘങ്ങളെ നോക്കിയാൽ കൊയ്യുകയുമില്ല. കൊയ്യാമെന്ന് വിചാരിച്ച് കൊയ്ത്തുകാരനെ വന്നിരിക്കുന്നു. പാടമാണെങ്കിൽ കൊയ്ത്തിന് വിളഞ്ഞു കിടക്കുക. ഭയങ്കര മഴക്കോളം ഇപ്പൊ പെയ്യും. കറ്റ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് മുഴുവൻ നനഞ്ഞ് കിളിച്ച് നാശമാകും. നിങ്ങൾ അത് ചിന്തിച്ചാൽ നോക്കുമോ? അപ്പൊ പ്രതികൂലങ്ങൾക്ക് ശ്രദ്ധ നൽകിയാൽ ദൗത്യങ്ങൾ പലപ്പോഴും ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പ്രതികൂലങ്ങൾക്ക് നമ്മള് വിതയ്ക്കാനാണോ പോകുന്നത്? കർത്താവെ, കാറ്റ് പ്രതികൂലമാണ് എങ്കിൽ നീ എന്നെ വിതയ്ക്കാൻ വിളിച്ചാൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? വിതയ്ക്കാൻ പോവാ. എനിക്കറിയാം, നമ്മുടെ ഒരു സഹോദരനുണ്ട്. അദ്ദേഹം ഭയങ്കര സുവിശേഷകനാണ്. അദ്ദേഹത്തിന് കൃപാവര സുവിശേഷകൻ നോക്കാം. അദ്ദേഹത്തിന്റെ വേല കൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 500 ആളുകളെങ്കിലും രക്ഷിക്കപ്പെട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ സഭയിൽ ഒരാൾ പോലും ഇല്ല. അദ്ദേഹം താമസിക്കുന്നതിന്റെ ചുറ്റുപാട് ഒരു 10-15 പെന്തിക്കോസ്ത് സഭയുണ്ട്. അത് എല്ലാ ആളുകളും ഇയാള് സുവിശേഷം പറഞ്ഞു കൊണ്ടുവന്നതാണ്. ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞു, ആ സഹോദരന്റെ പ്രതികൂലം കാലാവസ്ഥയൊന്നും നോക്കുകയില്ല. വിതച്ച വിത്ത് ഓരോരുത്തരത്ത് വീണ് പിടിച്ചു. എനിക്ക് കിട്ടിയില്ല കൊയ്ത്ത്, ആർക്കെങ്കിലും കിട്ടിയല്ലോ, അല്ലേ? ആർക്കെങ്കിലും കിട്ടിയല്ലോ. അത് തന്നെയാ പറയുന്നത്. നമ്മൾ ചിലപ്പോ ഓങ്ങി ഇരിക്കും വട്ടത്തിൽ. അവിടെ സുവിശേഷം പറഞ്ഞിട്ട് കാര്യമില്ല. പെന്തിക്കോസ്തുകാരൻ അവര് കൊണ്ടുപോട്ടിടും. ഇതെല്ലാം സ്വർഗത്തിൽ രക്ഷിക്കപ്പെട്ടതല്ല, സ്വർഗത്തിലേക്കല്ലേ പോകുന്നത്. അതിനെന്താ? നമ്മുടെ സഭയിൽ തന്നെ വരുമെന്ന് ഗ്യാരണ്ടി എഴുതി തന്നാൽ ഞാൻ സുവിശേഷം പറയാമെന്ന് പറയാൻ നോക്കുക? ഇങ്ങനെ പറയാൻ നോക്കൂലല്ലോ. നിങ്ങൾ രക്ഷിക്കപ്പെട്ട എന്റെ സഭയിൽ തന്നെ വരുമെന്ന് നിങ്ങളുടെ ഗ്യാരണ്ടി പറയാമെങ്കിൽ മാത്രം ഞാൻ നിങ്ങളോട് സുവിശേഷം പറയാം, അല്ലെ പറയില്ല. അങ്ങനെ പറയാൻ നോക്കുക? അങ്ങനെ പറയില്ല. എവിടെയെങ്കിലും പോകുന്നു. ചില ആളുകൾ ചെല്ലുമ്പോഴേ പറയും സുവിശേഷമൊക്കെ കേൾക്കുമ്പോൾ സഭ മാറുന്ന പ്രശ്നമില്ല. ഞാൻ സഭയെ കുറിച്ച് എൻ്റെ ഒരു വാക്കും പറഞ്ഞിട്ട് നിങ്ങൾ സഭ മാറ്റം വന്ന ആളുമല്ല ഞാൻ. കേൾക്ക്, സുവിശേഷം കേൾക്കും. സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് നിങ്ങൾ എവിടെങ്കിലും പോകും. അതിന് സത്യം മനസ്സിലാക്കിയിട്ടല്ലേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. അപ്പോ ശലോമോൻ പറയുന്നു അതാണ്, വിതയ്ക്കാൻ പോകുമ്പോൾ കാറ്റിന്, കൊയ്യാൻ പോകുമ്പം കാർമേഘത്തെ മഴയെന്ന്. നിന്നെ കൊയ്യാനാണ് അയച്ചതെങ്കിൽ എത്ര വലിയ മഴയാണെങ്കിൽ നീ എന്ത് ചെയ്യാൻ? കൊയ്ത് നിന്നെ അയച്ചത് വിതയ്ക്കാനാണെങ്കിൽ എത്ര വലിയ കൊടുങ്കാറ്റാണെങ്കിൽ നീ എന്ത് ചെയ്യണം? വിതച്ചുകൊണ്ടേ ഇരിക്കുക. അതെ. എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആശ്രയിച്ചിന്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക. ദൈവം നിന്റെ വിതയെയും നിന്റെ കൊയ്ത്തിനെയും അനുഗ്രഹിക്കും. കാറ്റും മഴയും ഒക്കെ ദൈവത്തിന്റെ സർവാധികാരത്തിലുള്ളവയാണ്. നീ അവയെ നോക്കി അങ്ങനെ ഓങ്ങി നിൽക്കേണ്ട ആവശ്യമൊന്നും. അങ്ങനെ ചെയ്താൽ മതി. നമ്മളിൽ പലർക്കും ഉള്ള പ്രശ്നമല്ല. നമ്മുടെ പ്രശ്നം ഫലം ഗ്യാരണ്ടി ചെയ്യാമെങ്കിൽ ഞാൻ പ്രവൃത്തി ചെയ്യും. വാഴ നട്ടിട്ട്, ചേന നട്ടിട്ട്, ചേമ്പ് നട്ടിട്ട്, കപ്പ ഇട്ടിട്ട് എന്ത് പ്രയോജനം? പന്നി മുഴുവൻ കൊണ്ടുപോയി. പന്നി നിന്നിട്ട് കുറച്ച് നിനക്ക് 2 കൂട് കിട്ടുമല്ലോ. 50 കൂട് നീ ഇടുമ്പോൾ 2 കൂട് നിനക്ക് കിട്ടത്തില്ലേ? നിനക്ക് ഈ 2 കൂട് കിട്ടണമെങ്കിൽ 48 കൂട് 10 എന്തൊക്കെയാ നോക്കും. അതുകൊണ്ട് ഞാൻ 2 കൂടെ ഇടുമെന്ന് പറയുന്നത് നിനക്ക് 1 കൂട് കിട്ടില്ല. 1 കൂട് കിട്ടുന്നില്ല.
പിന്നെ നിനക്ക് പന്നി തടയാൻ ചെയ്യാൻ കഴിയാന്നൊക്കെ ചെയ്തു, അതിന് വിരോധമൊന്നുമില്ല. അതൊക്കെ നമ്മുടെ പ്രായോഗിക ബുദ്ധിയാണ്. പക്ഷെ പന്നി ഉണ്ടെന്ന് പറഞ്ഞ് കൃഷി ചെയ്യാതിരിക്കുക. ചിലരുടെ ഭൂമി മുഴുവൻ കാട് പിടിച്ച് കിടക്കുക. അവര് പറയുന്നത് എന്താണെന്നറിയോ? പന്നിയുണ്ട്, വഴിയിൽ സിംഹമുണ്ട്, വഴിയിൽ പാമ്പുണ്ട്, അവിടെ അതുണ്ട്, ഇവിടെ ഇതുണ്ട്. മടിയന്മാരും അലസന്മാരുമായിരിക്കുന്ന ചിലവൻ പറയും നിനക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ ഒക്കില്ല. നിന്റെ ദൈവത്തിൽ ആശ്രയിച്ച് നിന്റെ ഉത്തരവാദിത്വം ചെയ്യുക. ദൈവം നിന്റെ വിധേയും കൊയ്ത്തിനെയും അനുഗ്രഹിക്കും. കാറ്റും മഴയൊക്കെ ദൈവത്തിന്റെ സർവാധികാരത്തിലുള്ളവയാണ്. ചില സമയത്ത് നമുക്ക് അനുകൂലമായും ചില സമയത്ത് നമുക്ക് പ്രതികൂലമായും കാറ്റ് വരും. പക്ഷേ സർവ്വ നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവം തന്റെ കണക്കൂട്ടലിൽ അവസാനം നമുക്ക് ഫേവറായിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യും. അവിടെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം. ബൈബിൾ ക്ലാസ്സിൽ പോവുക, സുവിശേഷവരിക്ക് പോവുക, ക്യാമ്പിന് പോവുക, നമുക്ക് ചെയ്യാനുള്ളതെല്ലാം അങ്ങ് ചെയ്യാം. അങ്ങനെ പോയാൽ എന്റെ ഇത് നടക്കില്ല, എന്റെ ജോലി നടക്കില്ല, എന്റെ പിള്ളേരുടെ കാര്യം നടക്കില്ല. നിങ്ങളുടെ പിള്ളേരുടെ കാര്യം നിങ്ങൾ പോയെങ്കിലേ നടക്കത്തുള്ളൂ. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, എന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ ഞാൻ നന്നായി ചെയ്തെങ്കിലേ ദൈവം എനിക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവം ചെയ്യത്തുള്ളൂ. അല്ലെ ഞാൻ തന്നെ കാര്യങ്ങൾ ചെയ്യണം. ഏതാ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ ഞാൻ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കും. ദൈവം എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോ കുറച്ച് കഴിയുമ്പോൾ ദൈവം പറയാം എന്നാ ഞാനും ചെയ്യാമെന്ന്. അങ്ങനെയാ ദൈവത്തിന്റെ പ്രവൃത്തി, അങ്ങനെയാ. അത് നാം പഠിക്കണം കേട്ടോ. മൂന്നാമതായി ഭാഗത്ത് ശലോമോൻ പറയുന്നൊരു കാര്യം, 5-ാമത്തെ വാക്യം, ഈ വിശദാംശങ്ങളിൽ കുടുങ്ങിപ്പോകാതെ ദൈവത്തിന്റെ സർവജ്ഞാനത്തിലും സർവാധികാരത്തിലും കാര്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യും. കാറ്റിന്റെ ഗതി എങ്ങോട്ടാണെന്ന് അറിഞ്ഞിട്ടേ ഞാൻ വിതയ്ക്കുന്നുള്ളൂ. അപ്പൊ യന്ത്രമൊക്കെ വെക്കാം. യന്ത്രം അങ്ങനെ എയർപോർട്ടിലൊക്കെ ചെന്നാൽ അറിയാം കാറ്റിന്റെ ഗതി കാണിക്കുന്നതായിരിക്കുന്ന സാധനങ്ങളൊക്കെ കിട്ടി. പടിഞ്ഞാട്ട് കാറ്റടിക്കുമ്പോൾ അതും പടിഞ്ഞാട്ടിക്കുന്നത്. അപ്പൊ അതൊക്കെ ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങളാണ്. നമുക്ക് ദൈവം നൽകിയിട്ടുള്ളതായിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ചെയ്യുമ്പോൾ നാം ദൈവത്തിന്റെ സർവജ്ഞാനത്തിലും സർവാധികാരത്തിലും കാര്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് എനിക്ക് കല്യാണമൊക്കെ കഴിച്ച് എനിക്കൊരു കുഞ്ഞുണ്ടായ കൊള്ളാമെന്നുണ്ട്. പക്ഷെ ആ കുഞ്ഞ് ആണായിരിക്കുമോ പെണ്ണായിരിക്കുമോ ദൈവം പറഞ്ഞാൽ ഞാൻ സഹകരിക്കാം. അംഗവൈകല്യം ഇല്ലാത്ത കൊച്ചായിരിക്കും എന്ന് ഗ്യാരണ്ടി ചെയ്യാം. ബുദ്ധിയുള്ള കൊച്ചായിരിക്കും ദൈവം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ സാധിക്കില്ല. അങ്ങനെയുള്ളവരെ ദൈവം അനുഗ്രഹിക്കുകയില്ല. അതുകൊണ്ട് പറയാ, കാറ്റിന്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയെന്നും നീ അറിയാത്തതുപോലെ സകലവും ഉണ്ടാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ നീ അറിയാം. ദൈവം എങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്കറിയാം. നമ്മൾ എന്ത് ചെയ്യണം? ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാം അങ്ങ് ചെയ്താൽ മതി. നാം അങ്ങ് ചെയ്താൽ മതി. ബാക്കി കാര്യങ്ങൾ ദൈവം ചെയ്തു. ബാക്കി കാര്യങ്ങൾ ദൈവം ചെയ്തു. മക്കളെ കൊണ്ട് തന്നെ ആവനാടി നിറയ്ക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ എന്നാ ബൈബിൾ പറയുന്നല്ലേ. അപ്പൊ നിങ്ങൾ വിവാഹം കഴിച്ചതിന് വേണ്ടിയാ? ഞാൻ ചോദിക്കുക, എനിക്കറിയില്ല നിങ്ങൾ. ഞാൻ വിവാഹം കഴിച്ച ആദ്യ ദിവസം തന്നെ എന്റെ ഭാര്യയോട് പറഞ്ഞത്, 9 മാസം ഞാൻ എണ്ണും, 282 ദിവസം കഴിയുമ്പം ഞാനൊരു അപ്പനായിരിക്കും. കല്യാണം കഴിച്ച മക്കൾക്ക് വേണ്ടി മാത്രമാണ്, വേറെ ഒന്നിനും വേണ്ടി അല്ലതല്ല. അതാണ് പ്രധാന ഉദ്ദേശം, മക്കൾക്ക് വേണ്ടി മാത്രമാണ്. അപ്പൊ ചില ആളുകൾ പറയാൻ 4-5 കൊല്ലം കഴിഞ്ഞിട്ട് മതി. പിള്ളേരില്ല, 4-5 കൊല്ലം കഴിഞ്ഞിട്ട് 4-5 കൊല്ലം കഴിഞ്ഞിട്ട് ജീവിതം സുഖിക്കണ്ടേ? നീ സുഖിക്കാനാണ് കല്യാണം കഴിക്കാൻ. നിന്റെ ജീവിതകാലം മുഴുവൻ നീ സുഖിക്കുക, അവസാന കാലം നീ ദുഃഖിക്കുകയും ചെയ്യും. പണം ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ നീ ജോലി ചെയ്യും, ഭാര്യയെ കൊണ്ട് ജോലി ചെയ്ത് കാശുണ്ടാവും. അവിടെ തന്നെ ഈ കാശ് ആർക്ക് കൊടുക്കും? നീ ഇങ്ങനെ വേണ്ട, ആർക്കാ കാശ്? ഇതെന്ത് ചെയ്യും അറിയില്ല. ദൈവം കുടുംബം സ്ഥാപിച്ചത് എന്താണ്? ആദഹൂവാനോട് ആ ദൈവം ആദ്യം പറഞ്ഞത് എന്താ? നിങ്ങൾ സന്താന സമൃദ്ധിയുള്ളവരായി എന്ത് ചെയ്യാനാ പറഞ്ഞത്? പെറ്റുവരുകി ഭൂമിയെ നിറപ്പിയെന്നാ പറഞ്ഞത്. അതിനുവേണ്ടി ദൈവം കല്യാണം സ്ഥാപിച്ചു. അപ്പം ഏത് പുരുഷനും ഏത് സ്ത്രീയും വിവാഹം കഴിച്ചാൽ അവൻ ആദ്യം പറയേണ്ടത് എന്താണ്? ദൈവം ഇങ്ങനെ ഒരു സ്ഥാപനം ചെയ്യുന്നത് മക്കളെ ജനിപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ കാര്യത്തിൽ ആദ്യം സഹകരിക്കാം. അതാണ് ദൈവം തന്നെ സർവ്വജ്ഞാനത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അങ്ങനെ അങ്ങോട്ട് കൊടുക്കും. ഇതൊക്കെ ദൈവം പറഞ്ഞു വെച്ചിരിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങളാണ്. ദൈവാത്മാവിന്റെ പ്രവർത്തന ശൈലിയൊന്നും നമുക്കറിയില്ല. ഒരു കുട്ടിയുടെ ഗർഭധാരണം മുതൽ അതിന്റെ പൂർണ്ണ വളർച്ച വരെ സംഭവിക്കുന്ന എന്തൊക്കെയാ ആർക്കറിയാം? അതൊക്കെ ദൈവത്തിന്റെ സർവജ്ഞാനത്തിനും പരമാധികാരത്തിനും പെട്ട കാര്യങ്ങളാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടേ ഞാൻ ഒരു അപ്പനാകൂ എന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് ഒരു അപ്പനോ അമ്മയോ ആകാനുള്ള സാധ്യത വളരെ കുറവാണ്.
ദൈവം തന്റെ സർവാധികാരത്തിൽ കാര്യങ്ങൾ ചെയ്യട്ടെ, എന്നെ ഫലമേൽപ്പിച്ചതൊക്കെ ഞാൻ ചെയ്യാം എന്നാണ് പറയേണ്ടത്. ബീഥോവൻ കേട്ടില്ലാത്തവർ കാണുകയില്ല. ബീഥോവൻ ലോക പ്രശസ്തനായിരിക്കുന്ന മ്യൂസിഷ്യനായിരുന്നു ബീഥോവൻ. അദ്ദേഹത്തിന്റെ അമ്മ ഒരു വേശ്യയായിരുന്നു, ലൈംഗിക തൊഴിലാളി എന്ന് പറയും. ആദ്യം 2 പിള്ളേരുണ്ടായിരുന്നു. ആ പിള്ളേരുണ്ടായിട്ടും ചെവിയും കേൾക്കുകയില്ല, മന്ദബുദ്ധികളും ഒക്കെ. പിന്നെയും ഗർഭം ധരിച്ചു. പല പുരുഷന്മാരും. ഡോക്ടർ പറഞ്ഞു, എന്റെ സ്ത്രീയെ ആദ്യത്തെ 2 പിള്ളേര് മന്ദബുദ്ധികളൊക്കെ, ഈ കുട്ടിയെ നിനക്ക് വേണ്ട, അതിനെ അങ്ങ് നമുക്ക് നശിപ്പിച്ചേക്കാമെന്ന് പറഞ്ഞു. ഈ 3 ആ സ്ത്രീ പറഞ്ഞു, ദൈവം തന്ന കുഞ്ഞിനെ ഞാൻ തൊടുവില്ലെന്ന് പറഞ്ഞു. ദൈവം തന്ന കുഞ്ഞിനെ ഞാൻ തൊടുവില്ലെന്ന് പറഞ്ഞു. അത് ദൈവത്തിന് അനുവാദമുള്ളെന്ന് പറഞ്ഞു. അതിന് മന്ദബുദ്ധിയായാലും എന്താ ബുദ്ധിയായാലും ആ ആളാണ് ലോകപ്രശസ്തനായ ബീഥോവൻ. ലോകപ്രശസ്തനായ ബീഥോവന്റെ ഒരു മ്യൂസിക്കൽ നമ്പറൊക്കെ കേൾക്കാനായിട്ട് അത് പെർഫോം ചെയ്യുന്നിടത്ത് ആളുകൾ 100 കാശ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കുഞ്ഞിന്റെ വില കണ്ട ഒരമ്മയാണ്. ആ അമ്മയാണ് നമുക്കൊരു ബീഥോവനെ ദൈവം ചെയ്തതാണ്. പക്ഷെ അതിന് ബീഥോവന്റെ അമ്മ മക്കളുടെ വില കാണുന്ന ഒരാളായി. ഡോക്ടർ വാൽവുഡ് എന്ന് പറയുന്ന ജോൺ വാൽവുഡ്, നിങ്ങൾക്ക് അറിയാവുന്നറിയില്ല, കമന്ററികളൊക്കെ വായിക്കുന്ന ആളാണെന്ന് എനിക്ക് അറിയാം. കാരണം അദ്ദേഹം വലിയ പ്രശസ്തമായ കമന്ററികളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് ജോൺ വാൽവുഡ്. ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്, പ്രസംഗം കേട്ടിട്ടുമുണ്ട്. ഒരു 6 അടി 6 അല്ല, ഒരു 6 അടി 10 ഇഞ്ച് ഉയരം കാണും. അതിന്റെ വലിപ്പവും ഭയങ്കര ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് അമ്മയ്ക്കുണ്ടായ 9ാമത്തെ കുഞ്ഞാണ്. ഈ കുഞ്ഞാണ് 9 കിലോയോ 11 കിലോ ഏതാണ്ട്. ഡോക്ടർ പറഞ്ഞു 6-7 മാസമായപ്പോൾ ഡോക്ടർ പറഞ്ഞു, അമ്മയ്ക്കും കുഞ്ഞിനും രക്ഷപ്പെടാൻ ഇനി ഞങ്ങൾ അമ്മയെ രക്ഷപ്പെടുത്തല്ലേ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ പറഞ്ഞോളാം പറഞ്ഞു. കുഞ്ഞിനെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കാം. ഇത് 2 പേര് ആകുന്നു. ജോൺ വാലുവിന്റെ അമ്മ പറഞ്ഞത് അക്കാര്യം ഞാൻ നിശ്ചയിക്കുന്നത് ദൈവത്തിന്റെ കാര്യത്തിലാണ്. ഞാൻ രക്ഷപ്പെടണോ കൊച്ചിൻ രക്ഷപ്പെടണം. അമ്മയും രക്ഷപ്പെട്ടു, കൊച്ചിൻ രക്ഷപ്പെട്ടു. അതാണ് ലോകപ്രശസ്തനായ ജോൺ വാലുവിന്റെ RSMന്റെ പ്രസിഡന്റ് ആയിരുന്നു. ചെറിയ ആളല്ല. അപ്പൊ ദൈവത്തിന്റെ ഈ കാര്യങ്ങളിൽ അങ്ങോട്ട് സമർപ്പിച്ചുകൊണ്ടേ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവം അതൊക്കെ നന്മയ്ക്കായി ചെയ്യുന്ന തന്റെ സർവാധികാരത്തിൽപ്പെട്ടതാണ്. നമ്മുടെ ഒരു സഹോദരനായിരുന്നു ബോംബെയിൽ. ഞങ്ങൾ ബോംബെയിലായിരിക്കുന്ന കാലത്താണ് അദ്ദേഹം, അവർക്ക് 3 പെൺപിള്ളേരുണ്ടായി. 4ാമത്തെ ഗർഭിണിയായപ്പോ ഡോക്ടർ പറഞ്ഞു, കുഞ്ഞിന് കാര്യമായ ഡിഫോമിറ്റി ഉണ്ടെന്ന് പറഞ്ഞു, അംഗവൈകല്യം ഉണ്ടെന്ന് പറഞ്ഞു. 2-3 മാസമായപ്പോഴേ പറഞ്ഞു, നിങ്ങളതിനെ നശിപ്പിക്കുകയായിരിക്കും നല്ലതാ, കുഞ്ഞ് രക്ഷപ്പെടുകയില്ല, പ്രസവിച്ചാൽ ചത്തുപോവുകയുള്ളൂ, ജീവിച്ചിരുന്നാൽ നിങ്ങൾക്ക് കുഞ്ഞ് ഭാരമായി പറഞ്ഞു. അതിന് എന്ത് ഭാരം വന്നാലും ഞങ്ങൾ വഹിച്ചോളാം. അത് ജനിച്ചപ്പോ ആ കുഞ്ഞിന് തലയോട്ടിയില്ല, ഇവിടെ ഇതിന് മേപ്പെട്ടൊന്നുമില്ല. വെച്ച് കുറച്ച് ദിവസം അവർ അപ്പോ എനിക്ക് അവരെ വ്യക്തിപരമായി അറിയാം. അവരെന്നോട് ചോദിച്ചു, കാര്യങ്ങൾ ചോദിച്ചു, സംസാരിച്ച് ഞങ്ങൾ സംസാരിച്ചായിരുന്നു. കുഞ്ഞിന്റെ തുടർന്ന് പ്രശ്നങ്ങൾ, അംഗവൈകല്യമുള്ള കുഞ്ഞാണോ, സൗന്ദര്യമുള്ള കുഞ്ഞാണോ, ബുദ്ധിയുള്ള കുഞ്ഞാണോ, ഇല്ലാത്ത കുഞ്ഞാണോ എന്നുള്ളതല്ല കുഞ്ഞിന്റെ അടിസ്ഥാനം. ദൈവം തമ്പുരാൻ തന്റെ സർവാധികാരത്തിൽ ചെയ്യുന്ന കാര്യം. നമുക്ക് ചിലർക്ക് സൗന്ദര്യമില്ലാത്ത പിള്ളേരെ അംഗീകരിക്കാൻ വലിയ പ്രയാസം, അംഗവൈകല്യമുള്ളതിനെ അംഗീകരിക്കാൻ വലിയ പ്രയാസം. ഒരു മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, എനിക്ക് 2.25 കുട്ടികളാവണം. അപ്പൊ കേട്ട ആള് വിചാരിച്ചൊരു ഭാര്യ 7 മാസത്തിന്റെ ഗർഭിണിയാണ്. അല്ലല്ല, അങ്ങനല്ലെന്ന് പറഞ്ഞു. ഒരു കൊച്ചിന് 1/4 ഇഞ്ച് നീളം കുറവുണ്ട്, ഒരു 1/4 ഇഞ്ച് നീളം കുറവുണ്ട്. അപ്പൊ അതിനെ പൂർണ്ണ വ്യക്തിയായിട്ടൊന്നും അംഗീകരിച്ചിട്ടില്ല, പിന്നെ 3/4 കുട്ടിയായിട്ട് അംഗീകരിച്ചു. അതാണ് നമ്മുടെയൊക്കെ കാഴ്ചപ്പാട്. ശലോം പറയുന്നത്, നിങ്ങളുടെ ചിന്താഗതിയൊക്കെ തെറ്റാണ്. ദൈവം തന്റെ സർവാധികാരത്തിലാണ് നിശ്ചയിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടതെന്ന് ഇന്ന് വളരെ ടച്ചിയായിട്ടുള്ള ഒരു ചെറിയ ഷോർട്ട് ഫിലിം കണ്ടായിരുന്നു. ഒരു കുഞ്ഞ് ജനിച്ചപ്പോഴേ കണ്ടിട്ടുണ്ട്, അന്ധയായിട്ടാണ് ജനിച്ചത്. സൗന്ദര്യമുള്ള ഒരു ടോട്ടലി ബ്ലൈൻഡ്. എന്നിട്ട് 15-16 വയസ്സായപ്പോ ആ കുഞ്ഞിന്റെ അപ്പൻ തന്റെ 2 കണ്ണും ഈ കുഞ്ഞിന് ദാനം ചെയ്തു. അകത്തെ നേർവിനൊന്നും കുഴപ്പമുണ്ടായിരുന്നു. എന്നിട്ട് അപ്പൻ അന്ധനായിട്ട്, കുഞ്ഞ് 5-6 വർഷം അന്ധയായിട്ട് അപ്പൻ്റെ കൂടെ കളിക്കുകയും തട്ടി വീഴുകയോ, ഇത് കഴിഞ്ഞിട്ട് അപ്പൻ കുഞ്ഞിൻ്റെ കൂടെ കളിക്കുമ്പോൾ തട്ടി വീഴുകയും ഒക്കെ ചെയ്യുന്നു.
കണ്ടവരെല്ലാം കരഞ്ഞു പോയി. ഐ ഡോണ്ട് തിങ്ക് there was not a person who did right. സ്നേഹത്തിന്റെ അതാണ്. മറ്റു പലരുമാണ് അതിനൊക്കെയുള്ള അതാണ്ടശാലിക്കുള്ളൂ. ഇതിനെ വളർത്തുന്നതിന് ബന്ധപ്പാട്. ദൈവം സൃഷ്ടിച്ച മക്കളെ സ്നേഹിക്കുന്ന അതിന്റെ സൗന്ദര്യവും അതിന്റെ ആരോഗ്യവും നോക്കിയാൽ ദൈവത്തിന്റെ സൃഷ്ടിയാണ്, ദൈവത്തിന്റെ ദാനമാണ്. അപ്പൊ അതാണ് ശലോമോൻ പറയുന്നതായിരിക്കുന്ന കാര്യം. നമുക്ക് അജ്ഞാതമായതും അസാധ്യമായതും ദൈവത്തെ ഫലമേൽപ്പിക്കുക. അത് ദൈവത്തെ ഫലമേൽപ്പിക്കുക. ദൈവം ചെയ്യേണ്ടത് ദൈവം തന്നതല്ലേ. ക്ലൈന്റ് പോയിട്ടുണ്ടായിരുന്നല്ലോ, എല്ലാവരുടെ പേര് ഒരുപാട് നൂറുകണക്കിന് പാട്ടുകൾ എഴുതിയ പാനിക് റോസ്, എന്തോരം ബ്യൂട്ടിഫുൾ സോങ്സ് എഴുതിയ ഒരു ബ്ലൈൻഡ് പോയറ്റ്. അന്ധയായിട്ട് എന്താ? മനസ്സിന്റെ അന്ധതയാ, ഭയങ്കര അന്ധതയെന്ന്. കണ്ണിന്റെ കാഴ്ചക്കുറവല്ല. 11 അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, രാവിലെ നിന്റെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരത്ത് നിന്റെ കൈ ഇളച്ചിരിക്കുന്നു. ഇതോ അതോ ഏത് സഫലമാകും എന്നും രണ്ടും ഒരുപോലെ നന്നായിരിക്കുമോ എന്ന് നീ അറിയുന്നില്ലല്ലോ. മനോഹരമായിരിക്കുന്ന വാക്യം. എന്താണ് ഫലം നൽകുന്നതെന്ന് നമുക്കറിയില്ലെങ്കിലും ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങളുടെ ബോധവും. ദൈവം ഒരു പ്രഭാതം തന്നെങ്കിൽ ആ പ്രഭാതത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വിതയ്ക്കാനുള്ളത് വിതയ്ക്കണം, കൊയ്യാനുള്ളത്. ദൈവം നിങ്ങൾ ഒരു സന്ധ്യ തന്നെങ്കിൽ ആ സന്ധ്യക്ക് ചെയ്യാനുള്ള കാര്യങ്ങള് ചെയ്യണം. അതാണ്. രാവിലെ നിന്റെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരം നിന്റെ കൈ ഉടച്ചിരിക്കരുത്. വൈകുന്നേരത്ത് നീ വിതയ്ക്കുക, രാവിലെ നീ വിതയ്ക്കുക. കാരണം രാവിലെ വിതച്ചതാണോ വൈകിട്ട് വിതച്ചതാണോ കൊയ്ത്തിന് ഇടയാകുന്നത് നിനക്കറിയില്ല. ദൈവത്തിന്റെ സർവാധികാരത്തിൽപ്പെട്ട കാര്യമാണ്. യു കീപ് ഓൺ ഡൂയിങ്. അമേരിക്കക്കാർ പറയും കീപ് ഓൺ ട്രക്കിംഗ് എന്ന് പറയും. കീപ് ഓൺ ട്രക്കിംഗ്. ട്രക്ക് നിറച്ച് സാധനമായിട്ട് ഓടിച്ചോളുക. ന്യൂയോർക്കിൽ നിന്ന് കാലിഫോർണിയ വരെ ഓടിച്ചോളുക, വിട്ടോളുക. കീപ് ഓൺ ട്രക്കിംഗ്. നമ്മുടെ ജോലി അതാ. രാവിലെയാണോ രാത്രിയാണോ വൈകിട്ടാണോ? അങ്ങനെയൊക്കെ വിചാരിച്ചാൽ നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കില്ല. രാവിലെ ചെയ്യുവാൻ അവസരം കിട്ടുന്നത് രാവിലെ ചെയ്യുക, വൈകിട്ട് ചെയ്യുവാൻ അവസരം കിട്ടിയാൽ അത് വൈകിട്ട് ചെയ്യുക. ഏത് അധ്വാനമാണ് ഫലം തരുന്നത് നമുക്കറിയില്ല. വിതയ്ക്കുവാനുള്ള കാലത്ത് വിതയ്ക്കുക, കളപറിക്കാനുള്ള കാലത്ത് കളപറിക്കുക, വളമിടാനുള്ള കാലത്ത് വളമിടുക, എല്ലാം ചെയ്യേണ്ട കാലത്ത്. കാലാവസ്ഥയും ഫലവും ഒക്കെ നോക്കി കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം അവസരങ്ങളെ നോക്കി കാര്യങ്ങൾ ചെയ്യും. അവസരങ്ങളെ പരമാവധി വീട്ടിൽ നമ്മൾക്ക് ഫലം ഉറപ്പ് വരുത്തിയിട്ട് അവസരം ഉപയോഗിക്കുക. വാശി നല്ലത്. ആ വാശി നമുക്ക് ദോഷം ചെയ്യും. ഇങ്ങനെ ചില ഓങ്ങി 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 ഓങ്ങിയിരിക്കും. വെട്ടാൻ അവസരം കിട്ടിയാൽ എന്ത് ചെയ്യണം? അങ്ങ് വെട്ടണം. നമ്മളങ്ങനെയല്ല, എല്ലാം അനുകൂലമാക്കി. നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള കഥയാണല്ലോ ഡോക്ടർ ലിവിങ്സ്റ്റന്റെ കഥ. ഡോക്ടർ ലിവിങ്സ്റ്റൺ ആഫ്രിക്കയിലേക്ക്, ഈസ്റ്റ് ആഫ്രിക്കയിലേക്ക് മിഷണറിയായി പോകാനാണ്. അതേക്കുറിച്ച് പറയുന്നത്, ഒരിക്കൽ ലണ്ടന്റെ തെരുവിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോ ഏതോ അടിമക്കച്ചവടക്കാരൊരു വലിയ പോസ്റ്റ് അവിടെ, ആഫ്രിക്കയിലെ നരഭോജികൾക്ക് മിഷണറിമാരെ ആവശ്യപ്പെട്ടു എന്ന് പറയും. ഇവന്മാർ ഈ മനുഷ്യരെ പിടിച്ചു കെട്ടാൻ പോകുമ്പോൾ ഇവരെ കൊല്ലുക. അപ്പം ഇവർ ചിന്തിച്ചു, വല്ല മിഷണറിമാരും പോയി ഇവനോട് സുവിശേഷം പറഞ്ഞാൽ നമുക്ക് സമാധാനത്തോട് പോയി പിടിച്ചു കെട്ടിക്കൊണ്ട് പോരാമല്ലോ. ഏതായാലും ലിവിങ്സ്റ്റൺ അത് വായിച്ചിട്ട് തീരുമാനിച്ചു, എങ്കിൽ ഞാൻ പോകാം. ലിവിങ്സ്റ്റണിൽ വേറെ ഒരു ഡോക്ടറും പോകാതിരിക്കും. 2 ഡോക്ടർമാരെല്ലാം ഒരുക്കം ചെയ്തു. കപ്പൽ കയറുന്നതിന് ഒരു ദിവസം മുമ്പ് ലിവിങ്സ്റ്റന്റെ മറ്റൊരു ഡോക്ടർ പറഞ്ഞു, ഞാൻ അടുത്ത വർഷം വന്നേക്കാം. 1 വർഷം കൂടെ പ്രാക്ടീസ് ചെയ്ത് പിള്ളേർക്കും ഭാര്യയ്ക്കും കുറച്ച് പണം കൊടുക്കും, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ലിവിങ്സ്റ്റൺ ഏതായാലും പോയി. മറ്റേ ആളെ കുറിച്ച് വളരെ സങ്കടകരമായ കാര്യമാണ്. ലിവിങ്സ്റ്റന്റെ ശരീരം, ലിവിങ്സ്റ്റൺ ആഫ്രിക്കയെ മരിച്ചു. തന്റെ ഹാർട്ട് എടുത്ത് ആഫ്രിക്കയെ കുഴിച്ചിട്ടെന്ന് തന്റെ ആഗ്രഹം അതായിരുന്നു. ഐ ലവ് ആഫ്രിക്ക, ബറി മൈ ഹാർട്ട്. പക്ഷേ ഇംഗ്ലണ്ടിലെ രാജാവിനും മറ്റുമൊക്കെ അദ്ദേഹത്തിന്റെ ശരീരം രാജാക്കന്മാരെ അടക്കുന്ന കല്ലറിയിൽ അടക്കണമെന്ന് ബന്ധമുണ്ടായിരുന്നു, വെസ്റ്റ്മിൻസ്റ്റർ ആദ്യം. അതുകൊണ്ട് ശരീരം അവർ ഇംഗ്ലണ്ടിലേക്ക്. അങ്ങനെ അദ്ദേഹത്തിന്റെ ശവമഞ്ചവും കൊണ്ട് ഇങ്ങനെ കുതിരയിൽ വണ്ടിയാൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു മനുഷ്യൻ ഡോക്ടറുടെ കോട്ടും ഒക്കെ ഇട്ട്, താടിയൊക്കെ നീണ്ട്, തുപ്പുരിയൊക്കെ ഒലിപ്പിച്ച്, അകമൊന്നും വെട്ടാതെ
ഈ ജാതിക്ക് പുറകെ പോയി നെഞ്ചത്തടിച്ചുകൊണ്ട് എനിക്കും അവസരമുണ്ടായി, പക്ഷെ ഞാനത് പാഴായി. ആരാന്നറിയാം? ഡിവിഷനിലൂടെ പോകാൻ തീരുമാനിച്ച ഡോക്ടറാണ്. എനിക്കെല്ലാം പോയി, എൻ്റെ ആരോഗ്യം പോയി, എൻ്റെ മാനസിക രോഗിയായി, ഭാര്യ തന്നെ ഉപേക്ഷിച്ചു, എല്ലാം നഷ്ടപ്പെട്ടവനായി ഇംഗ്ലണ്ടിന്റെ തെരുവിനായി. ഇത്രയും സുബോധം ഉണ്ടായിരുന്നു. എനിക്കും അവസരമുണ്ടായി, എനിക്കും അവസരം. ദൈവം നമുക്ക് തരുന്നതായിരിക്കുന്ന അവസരങ്ങളെ നാം തീർച്ചയായിട്ടും ഉപയോഗിക്കും. അത് നഷ്ടപ്പെടുത്തിയാൽ പിന്നെ ഈ അവസരത്തെ കുറിച്ച് ഒരാൾ പറഞ്ഞത്, അവസരം ഒരു മുട്ടയുടെ ആകൃതിയിലുള്ള ഒരു പക്ഷിയാണ്. അതിന്റെ ഒറ്റ തൂവലേ ഉള്ളൂ. അതിന് മുന്നിൽ നിന്നും ഇങ്ങനെ ഒരു മുടി പോലെ ഇങ്ങനെ ഞാന്തി കിടക്കുക, ഇതൊന്നുമില്ല. അതിങ്ങനെ പറന്നു പോകും. പിടിക്കണമെങ്കിൽ മുന്നിൽ നിന്ന് ആ ഒറ്റ രോമത്തെ പിടിച്ചു നിർത്തണം, അല്ലെങ്കിൽ അത് പോയി. അവസരം അങ്ങനെ അങ്ങ് പോകും, അവസരം പറഞ്ഞു പോകും. നമ്മൾ നാളെ വരുമെന്ന് വിചാരിച്ചാൽ നമ്മൾ നോക്കിയിരിക്കുള്ളൂ, വരില്ല. ജീവിതത്തിൽ നമുക്ക് ചെയ്യാനുള്ളതായിരിക്കുന്ന അവസരങ്ങൾ ഏതും അങ്ങനെ തന്നെ. ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോ നാം അനുസരിക്കണം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഡോക്ടർ ഫോർസ്റ്റർ എന്ന് പറഞ്ഞ മനുഷ്യൻ എന്നെ ശാസിക്കുന്നത് ഞാൻ അദ്ദേഹത്തിന് മുന്നിൽ തന്നെ. അത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അഞ്ചാമതൊരു കാര്യം കൂടെ ശലോമോൻ ഓർപ്പിക്കുന്നു, പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. 7-8 വാക്യം. വെളിച്ചം മനോഹരവും സൂര്യനെ കാണുന്നത് കണ്ണിന് പോകുമാണ്. മനുഷ്യൻ ബഹുകാലം ജീവിച്ചിരിക്കുന്നു എങ്കിൽ അവൻ അതിലൊക്കെ സന്തോഷിക്കുന്നു. എങ്കിലും അന്ധകാരകാലം ദീർഘമായിരിക്കുമെന്നും അവൻ ഓർത്തുകൊള്ളുന്നുണ്ട്. വരുന്നതൊക്കെയും മായ. അപ്പൊ ജീവിതത്തിൽ വരുന്ന നന്മകൾ നാം സന്തോഷത്തോടെ അനുഭവിക്കുമ്പോൾ തന്നെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാം? അന്ധകാരകാലം ദീർഘമായി. സൂര്യനെ കാണുന്നത് മനോഹരമാണ്. കന്യാകുമാരി സൂര്യോദയം സൂര്യാസ്തമയം കാണാൻ ഞാൻ പോയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ, എന്ത് മനോഹരമാണ്. ഇനി കന്യാകുമാരി പോണ്ട, ഞങ്ങളുടെ ആ മലയുടെ പോലെ കയറി നിന്നാൽ അങ്ങനെ ആലപ്പുഴ കടലിലേക്ക് സൂര്യനെ അസ്തമിക്കുന്നത് ചെറുപ്പത്തിൽ പോയിന്ന് കാണുമായിരുന്നു. വെരി ബ്യൂട്ടിഫുൾ. രാവിലെ പോയാൽ കാണത്തുള്ളൂ, ഉച്ചയാകുമ്പോൾ ചെന്ന് കാണാനൊക്കെ. എന്നിട്ട് പറഞ്ഞു, ഈ നന്മ അനുഭവിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ ഒരു മറുവശമുണ്ട്. അതാണ് ഈ 7-8 വാക്യങ്ങൾ, അധ്യായം 9 വാക്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളതാണ്. ജീവിതത്തിൽ ഒരു മറുവശമുണ്ട്. എന്താണ് മറുവശം? അന്ധകാരകാലം ദീർഘമായിരിക്കും, സന്തോഷകാലം എപ്പോഴും ഹ്രസ്വമായി. അന്ധകാരകാലങ്ങൾ കുറച്ചുകൂടെ ഏത് മനുഷ്യന്റെയും ജീവിതം. എനിക്ക് 82 വയസ്സ് കഴിഞ്ഞ് 83 നടക്കില്ല. എന്റെ നല്ല കാലങ്ങളെ കുറിച്ചും എന്റെ സങ്കടകാലങ്ങളെ കുറിച്ചും ഒക്കെ എനിക്കറിയാം. നല്ല കാലങ്ങളുണ്ട്, സങ്കടകാലങ്ങളുമുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാന് 7 രൂപയുമായിട്ട് ഭോപ്പാലിൽ ചെന്നിറങ്ങി. ഇതിൽ 2 ഷർട്ടും ഉണ്ട്, 2 മുണ്ടും ഉണ്ട്, 2 അണ്ടർവെയറും ഉണ്ട്, 2 ബനിയനും ഉണ്ട്. 7 രൂപയോ. അച്ഛൻ പറഞ്ഞു, ഇതുകൊണ്ട് പോയി ജീവിക്കുകയോ ചാകുകയോ എന്ത് വേണം ചെയ്തോണം, എന്നെ ഇനി വിളിക്കുകയും വേണ്ട, പറയുകയും വേണ്ട, ചോദിക്കും. എന്റെ ഇഷ്ടത്തിനെതിരെയാണ് ജീവിതം. പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് അനുകൂലമായിട്ട് ഞാൻ പോയെന്ന് എനിക്കറിയാം. ആ കാലമൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നു. ഇന്ന് പൊന്നലൂർ ചെന്നിട്ട് എഗ്മോർ എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് അവിടുന്ന് പിന്നെ ആണ് ട്രെയിൻ നോർത്തിലേക്ക് പോകുന്നത്. ഇപ്പോഴും ഓർക്കുന്നുണ്ട്. റിസർവേഷൻ ഒന്നുമില്ല. ഒരു കമ്പാർട്ട്മെന്റ് കയറി. ഏത് ട്രെയിനാ? ജനത എന്ന് പറഞ്ഞ ട്രെയിൻ ഉണ്ട്. കരിവണ്ടിയാണ്. ജനതയുടെ കരിവണ്ടിയിൽ ഒരു കയറി. ഞാൻ ഭോപ്പാലിൽ ചെന്നിറങ്ങുമ്പോൾ 1 കഷ്ണം കരിക്കട്ട പോടി എന്നെ സ്വീകരിക്കാൻ വന്ന ഞങ്ങൾ എന്നെ നോക്കിയിട്ട് തിരിച്ചു, ഇതെന്തുവാടാ കോലമെന്ന് ചോദിച്ചു. കൽക്കരിക്കരിയാണോ അതിനൊക്കെ ജോലി എന്ന് ചോദിച്ചു. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം ഞാനൊരു മിലിറ്ററി കമ്പാർട്ട്മെന്റിലാണ് കയറുന്നത്. അവർ ഇരിക്കാനും സമ്മതിക്കില്ല, നിൽക്കാനും സമ്മതിക്കില്ല. ബാത്റൂമിൽ ആരും ഇല്ലാത്തപ്പോ അവിടെ നിന്ന് വിളിക്കാം. അങ്ങനെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ആ കാലമൊക്കെ, നന്നായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പൊ ദാരിദ്ര്യവും കരച്ചിലും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. ഒന്നും സാരമില്ല. അതുകൊണ്ട് ശലോമോൻ പറയുന്നത് എന്താണെന്നറിയാം? യൗവനക്കാര, നിന്റെ യൗവനകാലത്തിൽ സന്തോഷിക്കുക. യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ. നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച വണ്ണവും നടന്നു എന്ന് പറയാൻ സന്തോഷിക്കാൻ ഒരു കാലമുണ്ട്. ഒരു കാര്യം പറയാം, യൗവനം സന്തോഷിക്കാനുള്ള കാലമാണ്. തിന്നാനും കുട്ടിക്കാനും രസിക്കാനും ഒക്കെ ഉള്ള കാലമാണ്.
അപ്പൊ യൗവനത്തിൽ സന്തോഷിക്കാതെ ജീവിക്കുന്ന ആളുകളുണ്ട്. എനിക്ക് അവരെ ഓർക്കുമ്പോൾ ഭയങ്കര ദുഃഖമാണ്. കാരണം എന്താ, അവർക്ക് സന്തോഷിക്കാനുള്ള കാലത്ത് സന്തോഷിക്കാനൊന്നുമില്ല. ഇപ്പൊ ബുദ്ധിമുട്ടുള്ള കാലത്ത് അവർ വിചാരിച്ചാൽ സന്തോഷിക്കാൻ സാധിക്കുകയില്ല. ജീവിതം എന്തോ ഒരു കഷ്ടകരമായ ജീവിതമാണ് അല്ലേ? അപ്പൊ ശലോ പറഞ്ഞ് സന്തോഷിച്ചോളം പറഞ്ഞു. പിന്നെ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞത്, സന്തോഷിക്കുമ്പോൾ തന്നെ ഒരു കാര്യം ഓർത്തോണം. സന്തോഷിക്കേണ്ടതുപോലെ സന്തോഷിച്ചില്ലെങ്കിൽ നിന്റെ ജീവിതമാകെ അവതാളത്തിലാകും. അതാണ് ജീവിതമാകെ അവതാളത്തിലാകും. സകലവും ന്യായവിധിയിലേക്ക് വരും. അത് സങ്കടകരമായിരിക്കും. അപ്പൊ തിന്നണ്ടപ്പോ തിന്നണം, കുടിക്കേണ്ടപ്പോ കുടിക്കണം, ജോലി ചെയ്യേണ്ടപ്പോ ജോലി ചെയ്യണം, ധരിക്കേണ്ടപ്പോ ധരിക്കണം, എല്ലാം ചെയ്യും. കാലം തെറ്റി ചെയ്തിട്ട് വല്ല കാര്യമുണ്ട്? ഒരു കാര്യമില്ല. കാലം തെറ്റി ചെയ്തിട്ട് എന്ത് കാര്യം? അപ്പൊ നല്ല കാലത്തെ നാം സന്തോഷത്തോടെ അനുഭവിക്കണം. നല്ല കാലത്ത് സന്തോഷിക്കാത്ത മനുഷ്യരെ ഒന്നിനും കൊള്ളില്ല. ഒന്നിനും കൊള്ളില്ല. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങൾ അമേരിക്കയിലായിരിക്കുമ്പോഴേ, സെമിനാറിലായിരിക്കുമ്പോൾ അടൂക്കാൻ്റെ ഒരു രാജൻ എന്ന് പറഞ്ഞു, ഒന്ന് BSc ഒക്കെ കഴിഞ്ഞു, ഒന്ന് വിളിക്കും ചെറുക്കൻ, ഒന്ന് സെമിനാരി ചേർന്നു. ഞാൻ സീനിയറാണ്, ജൂനിയർ. അപ്പൊ സെമിനാരി അവർ താമസിക്കാനായിട്ട് ഒരു പ്രായമുള്ള 10-25 വയസ്സുള്ള ഒരു മാതാമ്മയുടെ വീട്ടിൽ ഒരു മുറി ക്രമീകരിച്ചു കൊടുത്തു. അങ്ങനെ എല്ലാവരും താമസിക്കുന്ന ഓരോരോ മുറികളൊക്കെ ഹോസ്റ്റല് സെമിനാരിക്ക് ഇറക്കുന്നത് കോളേജ്. അപ്പൊ ഈ അമ്മച്ചി മാതാമ്മ രാത്രി 12 മണിയായപ്പോൾ എഴുന്നേറ്റ്. പിന്നെ ആദ്യമായിട്ട് അമേരിക്ക വന്ന് കിടന്ന് ഉറങ്ങുന്ന ദിവസമല്ലേ, പിന്നെ എങ്ങനെയാ കിടന്ന് ഉറങ്ങുന്നതെന്ന് അറിയാനായിട്ട് നോക്കിയപ്പോ അതാമെല്ലാം ഒന്നാന്തരം കമ്പിളിയൊക്കെ വിരിച്ച് അതിന് നല്ല ഷീറ്റുമൊക്കെ എല്ലാം നല്ല ഒന്നാന്തരമായിട്ടാണ്. ഇവന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഈരഴയൻ തോർത്തിങ്ങനെ വിരിച്ചു പുറത്ത് വിരിച്ചിട്ട് പിന്നെ അതേ കയറി കിടന്നു. എങ്ങനെ കിടക്കുന്നു ചോദിച്ചിട്ടില്ല, എലിക്കുഞ്ഞ് കിടക്കുന്ന പോലെ കാലിൽ രണ്ടും മടക്കി കൈ മടക്കി ഇങ്ങനെ കിടക്കുക. എന്നിട്ട് രാത്രി മുഴുവൻ ഇങ്ങനെ വിറക്കുക. തണുപ്പല്ലേ, പുതപ്പ് 2 പുതപ്പിന്റെ പുറത്താ കിടക്കുന്നത്, ഈ പുതപ്പിന്റെ അകത്ത് കയറി കിടക്കണവനാ. അതാമ്പയ്ക്ക് ചത്തു പോകുന്നു. എന്നെ വിളിച്ച് രാത്രി 2 മണിയായപ്പോ, പരിചയമുണ്ട്, പെട്ടെന്ന് എമർജൻസി ഉണ്ട്. ഞാൻ ചെന്ന് എന്നെ കൊണ്ട് കാണിച്ചു, എന്നെ കൊണ്ട് ഈ 2 ദിവസത്തേക്കാണ് കിടക്കുന്നത്. ഞാൻ അവരെ ചെന്ന് തട്ടിമണി, ഞാൻ രാജ എഴുന്നേക്കാൻ പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു. ഭയങ്കര തണുപ്പാന്ന് പറഞ്ഞു. ഈടായി നിനക്ക് 2 കമ്പിളി തന്നിട്ടുണ്ട്, പിന്നെ ഷീറ്റ് 2 ഉണ്ട്. ഈ ഷീറ്റ് പൊക്കി കമ്പിളിയും പൊക്കി, ഒരു കമ്പിളി പൊക്കി ഒരു കമ്പിളിയുടെ പുറത്ത് നീ കിടക്കുക, ഒരു കമ്പിളി കൊണ്ട് നീ മൂടുക, അതിന് പുറത്ത് 2 ഷീറ്റ് വിട്ട് നീ സുഖമായിട്ട് കിടന്നുറങ്ങേണ്ടതാണ്. അതിന് പകരം നീ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് സംഭവിച്ചായിട്ട് തോർത്തൊക്കെ കിടന്ന് ഉറങ്ങുക. അപ്പൊ ഞാൻ പറയുന്നത്, ഒരു നല്ല ഉറക്കം ഉണ്ടാകുന്നത് ഞാൻ അമേരിക്കയിൽ വന്ന ആദ്യ രാത്രി സുഖമായിട്ടൊന്നും ഉറങ്ങേണ്ടത് അവൻ നഷ്ടപ്പെടുത്തിക്കണം. പിറ്റേ ദിവസം രാവിലെ അവൻ എഴുതി. അപ്പൊ മാതാപിതാക്കറിയില്ല ഇവൻ എന്താ കൊടുക്കേണ്ടത്, ഇവൻ എന്താ കഴിക്കുന്ന. ഏതായാലും അവൻ എന്തൊക്കെ കൊടുത്തു, അവനതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഉച്ചയായപ്പോ എന്നെ വിളിച്ചു. അടുത്ത പ്ലെയിൻ എന്നെ കയറ്റി കൊടുത്തു. തിരിച്ച് അടുത്ത പ്ലെയിനിനെ കയറ്റി. ഞാൻ എന്താ, ഇവിടെ കാച്ചിയ മോരില്ല, മീൻ കറി വെച്ചതില്ല, പയറ് മെഴുക്ക് പുരട്ടിയില്ല, ഞാൻ പോവാ, ഇവിടെ ചത്തു പോന്ന് പറഞ്ഞു. കരച്ചില്ല. അവസാനം ഗ്രേസ് പറഞ്ഞു, ഞാൻ മീൻ കറി വെച്ചോണ്ട് തരാം, നിനക്ക് കാച്ചിയ മോരും കൂടി തരാം, നിനക്ക് പയറ് മെഴുക്ക് പുരട്ടി കൂടി തരാം, നീ ഇവിടെ താമസിച്ച് പഠിക്കാൻ വന്നത് ഏതായാലും നീ പഠിക്കുന്നു. ഈ പാർട്ടി പിന്നെ അങ്ങനെ ഞങ്ങൾ മോരുകറിയും കൊടുത്ത് മീൻകറിയും കൊടുത്ത് നമുക്ക് കൊടുത്ത് അവനോട് താമസിച്ചു. ഒരു 2 മാസം കഴിഞ്ഞപ്പോഴും ഇവന് അമേരിക്കയിൽ പൗരത്വമുള്ള ഒരു മലയാളി നേഴ്സിനെ കണ്ടുപിടിച്ച് ഇവിടുന്ന് പോയി. എന്നിട്ട് അവളെ കല്യാണം സെമിനാരി. ഇപ്പൊ അവൻ എവിടെയാണെന്ന് പോലും എനിക്കറിയാം. ഇഷ്ടംപോലെ ആര് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ കാശുണ്ടാക്കി ജീവിക്കുക. അന്ന് അവനെ പ്ലെയിൻ കയറ്റി വിട്ടിരുന്നെങ്കിൽ. ഏതായാലും രാജനെ പറ്റി ഞാൻ ചിന്തിക്കുമ്പോ എന്താണ്, സെമിനാരിയുടെ യാതൊരു അനുഗ്രഹവും അനുഭവിക്കാൻ രാജന് കഴിഞ്ഞില്ല. അമേരിക്കയുടെ സാമ്പത്തികം അനുഭവിക്കാൻ കഴിഞ്ഞു, പക്ഷെ ദൈവജനം പഠിക്കുന്നതിന് അനുഗ്രഹം അതനുഭവിക്കാനല്ലയോ വന്നത്.
അവൻ അതിനൊന്നും ബന്ധമൊന്നുമല്ല. അവൻ ഈ സെമിനാരി ബൈബിൾ കോളേജൊക്കെ മുഖാന്തരമാക്കി വന്നതേ ഉള്ളൂ. അങ്ങനെ വന്നിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട്. അപ്പൊ നല്ല കാലത്ത് നാം ജീവിക്കണം. നല്ല കാലം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവവചനം പഠിക്കാനുള്ളതിനേക്കാൾ വലിയ നല്ല കാലമാണ്. അപ്പൊ നല്ല കാലത്ത് സന്തോഷിക്കാത്ത ഒരു മനുഷ്യനെ കുറിച്ച് എന്ന് പറയും. അപ്പൊ സഭാപ്രസംഗിയിൽ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട്. എന്താണ്? ജീവിതത്തിന്റെ നന്മകൾ അനുഭവിക്കുമ്പോൾ ന്യായവിധി ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം ഓർത്തിരിക്കണം. ഈ 11-ാം അധ്യായത്തിന് 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങള്, 12-ാം അധ്യായത്തിന് 1 മുതൽ 14 ഇല്ലാതെ പറഞ്ഞിട്ട് അവിരകാലത്തിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക, എന്തിനും ദുർദിവസങ്ങൾ വരുമെന്ന് ഓർത്തുകൊള്ളുക, ന്യായവിധി വരുമെന്ന് ഓർത്തുകൊള്ളുക, ന്യായവിധി വരുമെന്ന് ഓർത്തുകൊള്ളുക, നിനക്ക് ഇഷ്ടമില്ലെന്ന് പറയുന്ന നാളുകൾ വരുമെന്ന് ഓർത്തുകൊള്ളുക. നമ്മുടെ നല്ല കാലത്ത് കർത്താവിനെ സേവിക്കാൻ കഴിയുന്ന കാലത്ത് പറഞ്ഞൊന്ന് ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറയാം, കൊടുക്കാൻ കഴിയുന്ന കാലത്ത് കൊടുക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ആരോഗ്യവും ബലവും ഉണ്ട്, നിങ്ങൾ അധ്വാനിച്ച് ബന്ധമുണ്ടാകും. ഇപ്പൊ നിങ്ങൾ കൊടുക്കാൻ കഴിയുന്ന കാലം. നിങ്ങൾ 10,000 ഉണ്ടാക്കുന്നതിന് നിങ്ങൾക്ക് ജീവിക്കാൻ 2,000 3,000 7,000 ഇപ്പോഴത് കൊടുക്കാതിരുന്നാൽ കാലങ്ങൾ ഇങ്ങനെ കറങ്ങി വരുമ്പോ ദൈവം തമ്പുരാൻ തന്നേ ഉള്ളൂ എന്ന് നിങ്ങൾ പറയുന്ന ഒരു കാലമാണ്. ദൈവം തമ്പുരാൻ വാങ്ങിച്ച് കൊണ്ടപ്പോ നീ കൊടുത്തില്ല. അത് സംഘടന ഇന്നില്ലാത്ത കാലത്ത് നീ നിനക്കുള്ളതിന്റെ ഇല്ലായ്മയിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ദൈവം അതിനെ പൂരിപ്പിക്കും. മക്കതോനിയയിലെ സഭകളെ കുറിച്ച് എന്താ പൗലോസ് പറഞ്ഞ? അവരവരുടെ മഹാദാരിദ്ര്യം ഏറിയ ഔദാര്യം കാണിക്കാൻ മഹാദാരിദ്ര്യം ഏറിയ ഔദാര്യം കാണിക്കാൻ ദൈവം വിശ്വസ്തനാണ് കേട്ടോ. ന്യായവിധിയുടെ കാലം ഉണ്ടെന്ന് ഓർമ്മിച്ചോളൂ. പൗലോസിന്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള പല ലേഖനങ്ങളെല്ലാം ഇഷ്ടമായി. അതിൽ എടുത്തു പറഞ്ഞുള്ള ഒരു കാര്യം തിമോഥെയോസിന്റെ ലേഖനത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒനേസിഫോറസിന്റെ കുടുംബത്തിന് മാത്രം അവരെ പറ്റി എന്താ പറഞ്ഞത്? ഒനേസിഫോറോസ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ, അവനെ എനിക്ക് എന്തെല്ലാം ശുശ്രൂഷ ചെയ്തു. എഫെസോസിൽ നിന്ന് റോം വരെ അവനെ യാത്ര ചെയ്ത് പൗലോസിന്റെ ജയിൽ അന്വേഷിച്ചെന്ന് പൗലോസിനെ കണ്ടെത്തി അവിടെ ശുശ്രൂഷ ചെയ്തു. എഫെസോസിലായിരിക്കുമ്പോൾ ശുശ്രൂഷ ചെയ്തു. എന്നിട്ട് പറയാ, കർത്താവ് ആ ദിവസത്തെ ദിവസത്തിൽ എല്ലാവർക്കും ന്യായവിധിക്ക് നിൽക്കുമ്പോൾ ആ പുസ്തകം വരുത്തുമ്പോൾ ഒനേസിഫോറസിന്റെ പേര് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയിരിക്കും. അപ്പോ ദൈവം പറയും, ഒനേസിഫോറസെ, നീയല്ലേ പൗലോസിനെ ഉപകാരം ചെയ്തത്, നീയല്ലേ പൗലോസിനെ അന്വേഷിച്ചത്, നീയല്ലേ പൗലോസിനെ വെട്ടിക്കളഞ്ഞു. അത് ആ ദിവസം ദൈവം നടത്തി. നിങ്ങൾ ന്യായ ദിവസത്തിൽ നിൽക്കുമ്പോൾ കരുണ ചെയ്യത്തക്കൊണ്ട് നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും ഉണ്ടോ? ഉള്ളവർക്ക് നമ്മൾ കൊടുത്തിട്ട് നമുക്കൊരു പ്രയോജനമില്ല. കർത്താവ് പറഞ്ഞിട്ട് ഉള്ളവർക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾ വിരുദ്ധ നടത്തുമ്പോൾ ഉള്ളവരെ സ്നേഹിതന്മാരെ വിളിച്ചു കൊടുത്തിട്ട് കാര്യമൊന്നും ഇല്ലാത്ത പാവങ്ങളെ കൊടുക്കും. ഉള്ളവർക്ക് കൊടുക്കരുതല്ല, നമ്മുടെ സ്നേഹിതന്മാർക്ക് കൊടുക്കരുതല്ല. കണക്കിടപ്പെടുന്നത്. പൗലോസ് എന്ന് പറഞ്ഞ ഒരു ദൈവദാസൻ, ഒരു മിഷണറി തല്ലുവടിയും കൊണ്ട് ജയിലിൽ പ്രവർത്തനങ്ങൾ ഏറ്റവും അവസാനം തലവെട്ടിച്ചാകാനായിട്ട് തിരിച്ചിരിക്കുക. അയാളെ അന്വേഷിച്ച് പോയി അയക്കുമുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ജീവിതത്തിന്റെ വലിയ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ശലോമൻ എന്താ പറഞ്ഞത്? നല്ല കാലത്ത് നാം സന്തോഷത്തോടെ ജീവിക്കണം. അതുപോലെ നമുക്ക് ഉള്ളതിന്റെ വീതം ഏത് കാലത്തും ഭാഗിച്ചു കൊടുക്കും, ഇല്ലാത്തവർക്ക് കൊടുക്കും. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നാം പരമാവധി പ്രയോജനപ്പെടുത്തണം. വിതയ്ക്കാനാണെങ്കിൽ വിതയ്ക്കാൻ, കൊയ്യാനാണെങ്കിൽ കൊയ്യാൻ. എന്തായാലും പ്രതികൂലങ്ങളെ നോക്കിക്കൊണ്ട് നമ്മൾ ഉത്തരവാദിത്വം നിർവഹിക്കാതിരിക്കരുത്. കർത്താവെ, കാറ്റായിപ്പോ വിതയ്ക്കാൻ ഒത്തില്ല, കർത്താവ് മഴ പെയ്യുന്നു, ഇപ്പൊ കൊയ്തു കൂട്ടിയാൽ ശരിയാവും, അങ്ങനെ പറയരുത്. മഴയും കാറ്റും ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമാണ്. നിങ്ങളുടെ കൊയ്യാനാ പറഞ്ഞ് നിങ്ങൾ കൊയ്താൽ മതി, നിങ്ങളുടെ വിതയ്ക്കാനാ പറഞ്ഞ് നിങ്ങൾ വിതയ്ക്കാൻ മതി. ദൈവത്തിന് അങ്ങനെയുള്ളവരെ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ദൈവം ഈ ക്രിസ്തീയ പ്രമാണങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് വലിയ സന്തോഷകരമായ ജീവിതമാണ്. ഇറ്റ്സ് എ ഹാപ്പി ലൈഫ്. ചില ആളുകള് അവരൊന്നുമില്ലായി പട്ടിണി, പ്രയാസത്തിൽ, ദാരിദ്ര്യം, ഔദാര്യം കാണിക്കുന്നത്. ദാരിദ്ര്യത്തിൽ ഔദാര്യം. ചില ആളുകൾ ഔദാര്യം കാണിക്കുന്നത് അവരുടെ സമൃദ്ധിയില്ല. ധനവാന്മാർ വളരെ ഇടുന്ന കർത്താവ് കണ്ടില്ല. കർത്താവിനെ കുറിച്ച് പറഞ്ഞാൽ എന്താ? അവരുടെ സമൃദ്ധി ഉണ്ടാവില്ല. പാവപ്പെട്ട ഒരു വിധവ കൊടുത്തതോ കാര്യമായിട്ടൊന്നും കൊടുക്കാറുണ്ടായിരുന്നില്ല. 2 കാശ്, ഒരുപാട് ദുട്ട് അതൊക്കെ ഉള്ളായിരുന്നു. ആ കൂടെ കർത്താവിന് അവളെല്ലാവരും കഴിവ് കൊടുത്തിരുന്നു. നിങ്ങൾ എത്ര കൊടുക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളത്. അതാണ് എത്ര കൊടുത്തു എന്നുള്ളതല്ല, എങ്ങനെ കൊടുക്കുന്നു. എന്ത് ത്യാഗമാണ് അതിന്റെ പിന്നിൽ.
ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ദൈവം കൊയ്യാൻ അവസരം കിട്ടുമ്പോൾ കൊയ്യുക, വിതയ്ക്കാൻ അവസരം കിട്ടുമ്പോൾ വിതയ്ക്കുക, ദാനം ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ ദാനം ചെയ്യുക. നിങ്ങളുടെ അപ്പത്തെ 3-4 ഓഹരിയായിട്ട് വാരി വിതയ്ക്കും. ഒരു ദിവസം വരും പ്രതിഫലങ്ങളെ കൊടുക്കേണ്ട ഒരു ദിവസം. ദൈവം നിങ്ങൾക്ക് പ്രതിഫലങ്ങൾ തരും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.